അതിൻ്റെ മുകളിൽ വേവിനെസ്സും റഫ്നെസ്സൊക്കെ ഉണ്ടാവും. അതെല്ലാം സ്മൂത്തൻ ചെയ്തിട്ട് നമ്മളെ വാതിലിൻ്റെ മുകളിലൊക്കെ നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭയങ്കര മിനുസ്സായിട്ട് ഒരേപോലെ പോകത്തില്ലേ, അതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ആര്, പ്ലെയിൻസ്. അത് ഷേപ്പിലേക്ക് ആക്കാം കേട്ടോ. നമ്മൾ തെറ്റിദ്ധാരണ വെറും ഫ്ലാറ്റ് ഷേപ്പിലേക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. നമുക്ക് കർവ്ഡ് ഷേപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലെയിൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് കോമൺ ടൈപ്സ് 8 ടൈപ്സ് ഉണ്ട് കോമൺ ആയിട്ട്, പിന്നെ അഡീഷണൽ കുറച്ചുണ്ട് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ജാക്ക് പ്ലെയിന്, രണ്ടാമത്തെ സ്മൂത്തിങ് പ്ലെയിന്, മൂന്നാമത്തെ ട്രൈയിങ് പ്ലെയിന്, ടൂത്തിങ് പ്ലെയിന്, ഫിനിഷിംഗ് പ്ലെയിന്, റൂട്ടർ പ്ലെയിനും പ്ലഫ് പ്ലെയിനും, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ മെറ്റൽ ജാക്ക് പ്ലെയിനും. ഈ മെറ്റൽ ജാക്ക് പ്ലെയിനാണ് നമ്മൾ ഇപ്പോൾ കടയിൽ നിന്ന് ലേറ്റസ്റ്റൊക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടുക. പണ്ട് ബാക്കിയുള്ള ഏകദേശം എല്ലാം നമ്മൾ മരം കൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ ബോഡി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ പേരുകൾ പഠിച്ചു വെക്കുക? ഫസ്റ്റ് നമുക്ക് ഈ അഡ്ജസ്റ്റബിൾ മെറ്റൽ ജാക്ക് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിൻ്റെ ഒരു ജാക്ക് പ്ലെയിനാണ്. അപ്പോൾ ജാക്ക് പ്ലെയിൻ എന്തുണ്ടാവും, ആദ്യം നമ്മൾ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ജാക്ക് പ്ലെയിനും അഡ്ജസ്റ്റബിൾ മെറ്റൽ ജാക്ക് പ്ലെയിനും അല്ലെങ്കിൽ ജാക്ക് പ്ലെയിനും മെറ്റൽ ജാക്ക് പ്ലെയിനും ഒന്ന് പഠിച്ചു വെക്കുക. രണ്ട് എണ്ണം കഴിഞ്ഞു. പിന്നെ നമുക്ക് ചില കേസിൽ നല്ലോണം സ്മൂത്തിങ് ആക്കേണ്ടി വരും. അപ്പോൾ സ്മൂത്തിങ് പ്ലെയിന്, അതുപോലെ തന്നെ ടൂത്തിങ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടൈമിൽ നമുക്ക് റഫ് വേണ്ടി വരും. ഇപ്പോൾ പശ ഇടണ്ട, നമുക്ക് ഫെവിഗോളോ അല്ലെങ്കിൽ വേറെ വുഡ് ബോണ്ടോ അങ്ങനത്തെ പശകൾ ഇടേണ്ട ടൈമിൽ നമുക്ക് വല്ലാണ്ട് മിനുസാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, പശ ഒന്ന് പിടിച്ച് കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും. പക്ഷേ റഫ് സർഫസ് ആണെങ്കിൽ പശ ഒന്നുകൂടി എളുപ്പത്തിൽ പിടിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ടാണ് ടൂത്തിങ് പ്ലെയിൻ ഉപയോഗിക്കുക. പിന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനിഷിംഗ് പ്ലെയിന്, പിന്നെ റൂട്ടർ പ്ലെയിനും പ്ലഫ് പ്ലെയിനും ട്രൈയിങ് പ്ലെയിനും. അപ്പോൾ ഈ ജാക്ക് പ്ലെയിനും മെറ്റൽ ജാക്ക് പ്ലെയിനും അതുപോലെ തന്നെ ടൂത്തിങ്ങും ഫിനിഷിങ്ങും സ്മൂത്തിങ് പ്ലെയിനും ഒക്കെ പഠിച്ചു വെക്കാം. ബാക്കി 3 പേരുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് മനപ്പാടാക്കി വെക്കാൻ നോക്കുക. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം ജാക്ക് പ്ലെയിന്. ചിത്രം കണ്ടോ നിങ്ങൾ? ജാക്ക് പ്ലെയിന് നമ്മൾ പണ്ട് കാലത്ത് മരപ്പേട്ടയിലൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക്മാൻ അവിടെയും അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരാൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, ഈ ജാക്ക് പ്ലെയിൻ കൊണ്ട് വുഡൻ പീസസ് അല്ലെങ്കിൽ പ്ലാങ്ക്സ് സ്മൂത്തും ചെയ്യണമെന്ന് നമുക്ക് കാണാം. ഒരു സ്ഥിരം കാഴ്ചയായിരുന്നത്. അത് കണ്ടില്ലേ, ഒരു ഹാൻഡിലുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആൾ. ഓക്കെ ആണോ? കട്ടിങ് അയൺ അല്ലെങ്കിൽ അയൺ കട്ടർ. പിന്നെ അതിൻ്റെ മുകളിലൊരു ക്യാപ്പ് അയൺ ഉണ്ട്. പിന്നെ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെഡ്ജ് ഉണ്ട്. വെഡ്ജ് വുഡൻ പീസാണ് കേട്ടോ. ഒരു വുഡൻ്റെ പീസ് ഇതാ ഇങ്ങനെ വെഡ്ജ് ഷേപ്പിലാക്കിയിട്ട് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക. പിന്നെ സ്റ്റോക്കും സോളും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ളത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ദിസ് പ്ലെയിൻ ഈസ് യൂസ്ഡ് ഫോർ പ്ലെയിനിങ് ദി ജോബ് സൈസ് ക്വിക്ക്ലി ആൻഡ് ട്രൂലി. ഈ ഒരു കീവേഡിൽ നിന്നാണ് നമുക്ക് PSC ചോദ്യം ചോദിക്കുക. ഒരു ജോബിനെ അല്ലെങ്കിൽ ഒരു വുഡൻ പ്ലാങ്കിനെ ക്വിക്ക്ലി ആൻഡ് ട്രൂലി എന്നുള്ള കണ്ടീഷനിൽ പ്ലെയിൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന പ്ലെയിനാണ് ജാക്ക് പ്ലെയിന്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഈ സ്റ്റോക്ക് എന്ന് പറയുന്ന മെയിൻ ഭാഗം, ഈ ഭാഗം ഇത് കംപ്ലീറ്റ് വരുന്ന ഈ ഭാഗം മെയ്ഡ് ഓഫ് വുഡ് ഓഫ് സ്റ്റീൽ. വുഡ് കൊണ്ട് നമുക്ക് നിർമ്മിക്കാം, സ്റ്റീൽ കൊണ്ട് നമുക്ക് നിർമ്മിക്കാം. സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് ഹാർഡ് വുഡ് കൊണ്ട് നിർമ്മിച്ചാണ്. ഹാൻഡിൽ ഈസ് ഫിക്സഡ് ബിഹൈൻഡ് ദി കട്ടിങ് അയൺ. ഈ കട്ടിങ് അയണിൻ്റെ പിന്നിലാണ്, ഇത് കണ്ടോ കട്ടിങ് അയൺ കണ്ടില്ലേ, അതിൻ്റെ പിന്നിലാണ് നമ്മൾ ഹാൻഡിൽ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചിലതിൻ്റെ മുന്നിലും ഉണ്ടാവും, നമുക്ക് നോക്കി നോക്കാം. ഇനി ഇതിൻ്റെ സൈസ് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല, എങ്കിലും നിങ്ങൾ നോക്കി വെക്കണം. കാരണം ചിലതിൻ്റെ എല്ലാം ഇവിടെ ചെറിയൊരു വ്യത്യാസം കാണാറുണ്ട്. ഓക്കെ ആണോ? 240 മില്ലിമീറ്റർ, ഓക്കെ ആണോ? 66 മില്ലിമീറ്റർ ആൻഡ് 47 മില്ലിമീറ്റർ. ദി ആംഗിൾ ഓഫ് കട്ടിങ് അയൺ ഈസ് 45 ഡിഗ്രി. ഈ കട്ടിങ് അയൺ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വരില്ലേ, അത് നമ്മൾ ജോബിനോട് കാണുന്ന ആ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. ആൻഡ് കട്ടിങ് അയൺ ഈസ് ഷാർപ്പൻഡ് ഇൻ എ കർവ്. ഒരു കർവ് പോലെയാണ് എന്ത് ചെയ്യുക, ഷാർപ്പൻ ചെയ്തിട്ടുണ്ടാവുക. ചെറിയൊരു കർവേച്ചർ ഉണ്ടാവും. ദി മൗത്ത് ഓഫ് ദി പ്ലെയിൻ ഈസ് ബിഗ് ഇനഫ്. ഇതിൻ്റെ അടിഭാഗത്തും ഇതുപോലത്തെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവില്ലേ, നമുക്ക് അടിഭാഗത്തുള്ള ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലേ, അടിഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജാക്ക് പ്ലെയിനിൻ്റെ അടിഭാഗത്തെ ഓപ്പണിംഗ് വൈഡ് ഇനഫ് ആയിരിക്കും. കാരണം പെട്ടെന്ന് ക്വിക്ക്ലി ആൻഡ് ട്രൂലി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇപ്പോൾ പല ഉണ്ട് കരുതിക്കും, നമ്മുടെ വർക്ക് പീസ് ഇവിടെ ഉണ്ട് കരുതിക്കും. ഈ വർക്ക് പീസിന് ഈ കട്ടിങ് അയൺ ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് മെറ്റലല്ല മരത്തിൻ്റെ ചീളം എന്ത് ചെയ്യും, ഇങ്ങനെ കയറിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ പോവും. ഓക്കെ ആണോ? അങ്ങനെയാണ് ഈ മരത്തിനെ നമ്മൾ പ്ലെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ക്വിക്ക്ലി ആൻഡ് ട്രൂലി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജാക്ക് പ്ലെയിൻ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യുക, വുഡ് കൊണ്ട് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുക. പിന്നെ ഈ ക്വിക്ക്ലി ആൻഡ് ട്രൂലി എന്നുള്ള കീബോർഡ് കൂടി നിങ്ങൾ നോക്കി വെക്കുക.
ദി മൗത്ത് ഓഫ് ദി പ്ലെയിൻ ഈസ് ബിഗ് ഇനഫ്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പ്ലെയിൻ്റെ മൗത്ത് എന്തായിരിക്കും, ഈ ഷേവ് എന്ന് പറയാം കേട്ടോ, മറ്റേ പ്ലാങ്കിൻ്റെ ഷേവിനെ ബിഗ് ഇനഫായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും വുഡ് ഷേവിങ്. ദി കട്ടിംഗ് അയൺ ഫെർദർ പ്രൊജക്റ്റ് ഔട്ട്സൈഡ് ദാൻ ഇൻ അതർ പ്ലേറ്റ്. നമ്മൾ കട്ടിംഗ് അയൺ എന്ത് ചെയ്യും, കുറച്ചും കൂടി വല്ലാണ്ട് നല്ലോണം കണ്ട് എന്ത് ചെയ്യും, പുറത്തോട്ട് തള്ളി നിൽക്കും. നമ്മളെ ഇവിടെ അടിയിലേക്ക് തള്ളി നിൽക്കുക കേട്ടോ, അടിയിലേക്ക് എന്ത് ചെയ്യും, തള്ളി നിൽക്കും. കാരണം പെട്ടെന്ന് ഒരുപാട് മെറ്റലിനെ നമുക്ക് ഷേവ് ചെയ്തെടുക്കണ്ടേ. ഇവിടെ കണ്ടോ, ഇവിടെ എന്ത് ചെയ്യും, ഈ അടിയിലേക്ക് ബാക്കിയുള്ള ബ്ലേഡിനെക്കാട്ടിലും കുറച്ചുകൂടി എന്ത് ചെയ്യും, നമ്മുടെ വുഡൻ ജാക്ക് പ്ലെയിനിൽ എന്ത് ചെയ്യും, അടിയിലേക്ക് തള്ളി നിൽക്കും ചെറിയൊരു ഭാഗം. ഇനി രണ്ടാമത്തെയാണ് സ്മൂത്തിങ് പ്ലെയിൻ. സ്മൂത്തിങ്ങും ഫിനിഷിങ്ങും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഇസ് യൂസ്ഡ് വെൻ ദി സർഫസ് ഹാസ് ടു ബി പ്ലെയിൻഡ് ഫർദർ ടു സ്മൂത്ത്നെസ്. ഒന്നും കൂടി സ്മൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സ്മൂത്തനിങ് പ്ലെയിൻ ഉപയോഗിക്കാം. സൈസ് മറ്റേതിൻ്റെ 47 ഇതിൻ്റെ 65 മില്ലിമീറ്ററാണ്. അപ്പോൾ ഇതാണ് ഒന്നുകൂടി വലുത്. ദി വിഡ്ത്ത് ഓഫ് കട്ടിംഗ് അയൺ ഈസ് 48 മില്ലിമീറ്റർ. നമ്മളെ കട്ടിംഗ് അയണിൻ്റെ വീതി എത്രയാണ്, 48 മില്ലിമീറ്റർ തന്നെയാണ്. കട്ടിംഗ് അയൺ എന്ന് പറയുമ്പോൾ ഈ കട്ടിംഗ് അയൺ, ഈ ബ്ലേഡ്, ഇയാളാണ് നമ്മളെ മരത്തിൻ്റെ മുകളിൽ കൊണ്ടിട്ട് ഷേവ് ചെയ്തെടുക്കുന്നത്. ദി കട്ടിംഗ് എഡ്ജ് ഈസ് ഷാർപ്പ്ഡ് സ്ലൈറ്റ്ലി ഓവൽ അക്രോസ് ദി അയൺ. കുറച്ച് ഓവലായിരിക്കും. ദി ആംഗിൾ ഓഫ് കട്ടിംഗ് ആണ്, മറ്റേത് ജാക്ക് പ്ലെയിൻ്റെ 45 ഡിഗ്രി ആയിരുന്നു, ഇതിന് 30 ഡിഗ്രിയാണ്. ഇനി ഇതിന് നോ ഹാൻഡിൽ, ഈ ഒരു പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു കീവേഡും ഈ ഒരു പോയിൻ്റ് മാത്രമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ആംഗിളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 30 ഡിഗ്രി, ജാക്ക് പ്ലെയിൻ ആണെങ്കിൽ 45 ഡിഗ്രി, സ്മൂത്തിങ് പ്ലെയിൻ ആണെങ്കിൽ 30 ഡിഗ്രി. ഇതിന് ഹാൻഡിൽ ഉണ്ടാകത്തില്ല, ഒന്നുകൂടി സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്മൂത്തിങ് പ്ലെയിൻ. ഓക്കെ ആണോ? ജാക്ക് പ്ലെയിൻ ആണെങ്കിൽ 45 ഡിഗ്രി, ക്വിക്ക്ലി ആൻഡ് ട്രൂലി. നമ്മൾ ഇവിടെ പിടിക്കുക കേട്ടോ, നമ്മളെന്ത് ചെയ്യും, ഇവിടെ പിടിക്കുക. നമ്മളെ തള്ളവിരലും ചൂണ്ടുവിരലും, ഇപ്പോൾ തള്ളവിരൽ ഇവിടെ വെക്കും, മറ്റേ വിരൽ ഇങ്ങനെ വെക്കും, എന്നിട്ട് നമ്മളെ കൈ ഇങ്ങനെ പോകുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ പിടിച്ച് വരാറുള്ളത്. കണ്ടോ, ക്യാപ്പ് ആൻഡ് വെഡ്ജ് എന്തിനാണ് ഉപയോഗിക്കുക, നമ്മളെ അയണിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വുഡൻ സ്റ്റോക്ക്. ഇനി മൂന്നാമത്തെ പ്ലെയിനാണ് ട്രൈയിങ് പ്ലെയിന്. ചിത്രം ഒന്ന് നോക്കി നോക്കൂ നിങ്ങൾ. ട്രൈയിങ് പ്ലെയിനിൽ 2-3 കീവേഡ് ഉണ്ട്. കീവേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ PSC പോയിൻ്റ് ഓഫ് വ്യൂള്ള കീവേഡാണ്. ഇറ്റ് ഈസ് ലാർജർ ആൻഡ് ലോങ്ങർ ദാൻ ദി അതർ പ്ലെയിന്. അപ്പോൾ നമ്മുടെ ട്രൈയിങ് പ്ലെയിനാണ് ലാർജർ പ്ലെയിനും ലോങ്ങർ, നീളം കൂടുതലാണ്. കണ്ടത് ഇതിൻ്റെ സൈസ് കണ്ടില്ല നിങ്ങൾ. ഒരു മെറ്റൽ ബട്ടൺ ഉണ്ട്, പിന്നെ ഒരു മൗത്ത് നമ്മൾ അടിയിലും മുകളിലും ഉണ്ടാവും കേട്ടോ. പിന്നെ വെഡ്ജ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഹാൻഡിലിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾ നോക്കി നോക്കൂ. ഹാൻഡിലിൻ്റെ പ്രത്യേകത ഉണ്ടോ, നമുക്ക് നോക്കി നോക്കാം. ഇസ് ലെങ്ത് ഈസ് 60 to 70 സെൻറ്റിമീറ്റർ. 60 സെൻറ്റിമീറ്റർ മുതൽ 70 സെൻറ്റിമീറ്റർ വരെ എന്തുണ്ട്, ഇതിൻ്റെ ലെങ്ത് ഉണ്ട്. സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, സെൻറ്റിമീറ്റർ. ദി ബ്ലേഡ് ഈസ് 46 to 56. മറ്റേത് 48 ആയിരുന്നു, സ്മൂത്ത് ബ്ലേഡ് 48 ആയിരുന്നു. ഇതെന്താണ്, കുറച്ചും കൂടി ബ്ലേഡ് വൈഡാണ്. ഇറ്റ് ഹാസ് ഡബിൾ അയൺ, 2 അയൺ ഉണ്ട്. ഡബിൾ അയൺ എന്ന് പറയുമ്പോൾ ഒരു കട്ടിങ് അയണിൽ ഒന്നുകൂടി സപ്പോർട്ടായിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു കട്ടിങ് അയൺ കൂടി വെച്ച് കൊടുക്കും. അതാണ് ഡബിൾ അയൺ. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇറ്റ് ഹാസ് ഡബിൾ അയൺ എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഓക്കെ ആണോ? ഡബിൾ അയൺ എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇനി ദിസ് ഇസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് എ ട്രൂ ആൻഡ് സ്ട്രൈറ്റ് സർഫസ്. അടുത്ത കീവേഡാണ് ട്രൂ ആൻഡ് സ്ട്രൈറ്റ് സർഫസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്, നമ്മുടെ ട്രൈയിങ് പ്ലെയിന്. സ്ട്രൈറ്റ് സർഫസിന് ഉപയോഗിക്കുന്നതാണ് ട്രൈയിങ് പ്ലെയിന്. ഇനി ദി ഹാൻഡിൽ ഓഫ് വുഡൻ സ്റ്റോക്ക് ഈസ് യൂഷ്വലി ഓഫ് ദി ക്ലോസ്ഡ് ടൈപ്പ്. ഇതിൻ്റെ ഹാൻഡിൽ എന്താണ്, ക്ലോസ്ഡ് ടൈപ്പാണ്. ഹാൻഡിൽ കണ്ടോ നിങ്ങൾ, ഹാൻഡിൽ കണ്ടില്ലേ, ഇതിൻ്റെ ഹാൻഡിൽ ക്ലോസ്ഡ് ആണ്. ഇനി നമ്മൾ സ്മൂത്തിങ് പ്ലെയിന് ഹാൻഡിൽ ഉണ്ടാകത്തില്ല. ഇതിൻ്റെ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വലിയതുമായ പ്ലെയിനാണ് നമ്മുടെ ട്രൈയിങ് പ്ലെയിന്. ഇതിന് 2 ബ്ലേഡ് ഉണ്ടാവും, 2 കട്ടിങ് അയൺ ഉണ്ടാവും, ഹാൻഡിൽ ക്ലോസ്ഡ് ആണ്. ഇനി അടുത്തത് എന്താ, ട്രൂ ആൻഡ് സ്ട്രൈറ്റ് സർഫസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ട്രൈയിങ് പ്ലെയിന്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതാണ് ടൂത്തിങ് പ്ലെയിന്. ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു പശ ഇടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ കണ്ടോ, ഹാൻഡിൽ മുൻഭാഗത്ത്. അതിൻ്റെ ആംഗിൾ കണ്ടോ, 60 മുതൽ 80 ഡിഗ്രി വരെ ആംഗിൾ കണ്ടോ. ഇത് ഇതിൻ്റെ സൈഡ് വ്യൂ ആട്ടോ. ഈ സെക്ഷൻ എയിലുള്ള സൈഡ് വ്യൂ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കി നോക്കാം, ടൂത്തിനും പ്ലെയിൻ്റെ കാര്യങ്ങൾ നോക്കി നോക്കാം. ദി പർപ്പസ് ഓഫ് ദിസ് ഈസ് ടു
പ്രിപ്പയർ എ റഫ് ഗ്ലൂയിങ് സർഫസ്. എല്ലാ പ്ലെയിനും നമ്മൾ സർഫസ് മിനുസപ്പെടുത്താനും അല്ലെങ്കിൽ ട്രൂ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ എന്തിനാണ് ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റഫ് ടെക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് പശ ഇടണമെന്നുണ്ടെങ്കിൽ 2 റഫ് സർഫസ് വേണം. ഓക്കെ ആണോ? ദി കട്ടിംഗ് ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര? 70 മുതൽ 80 ഡിഗ്രി വരെ. ദി കട്ടിംഗ് എഡ്ജ് എ സീരീസ് ഓഫ് ടീത്ത് ഫോംഡ് ലൈക്ക് വി. എന്ത് ചെയ്യും? ഈ ഇങ്ങനെയുള്ള ടീത്ത് ആയിരിക്കും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? പലകമ കൊള്ളുമ്പോൾ എന്ത് ചെയ്യും? പലകയുടെ മുകളിൽ നിന്നും ഈ വി ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ രണ്ടിലും നമുക്ക് എന്ത് ചെയ്യുക? ഫെവികോൾ ഇട്ട് വെച്ചാൽ ഇതും അടിപൊളിയായിട്ട് ചേർന്നിരിക്കും. അപ്പോൾ ഈ വി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ. ദി പ്ലെയിൻ ഈസ് യൂസ്ഡ് ഡയഗണലി അക്രോസ് ദി വർക്ക് ഇൻ ബോത്ത് ഡയറക്ഷൻ ആൻഡ് ഇൻ അലോങ് ദി ഗ്രെയിൻ. നമ്മൾ പശ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഉണ്ടാവുക. വർക്കിൻ്റെ ഡയഗണലി അക്രോസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും വേണം. അതുപോലെ തന്നെ അലോങ് ദി ഗ്രെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്ലെയിൻ കൊണ്ട് പ്ലെയിൻ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പശ ഇടാൻ വേണ്ടിയിട്ട് അലോങ് ദി ഗ്രെയിനും ഡയഗണലി അക്രോസ് ദി വർക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്ത പ്ലെയിനാണ് നമ്മുടെ ഫർണിഷിംഗ് പ്ലെയിൻ അല്ലെങ്കിൽ ഫിനിഷിംഗ് പ്ലെയിൻ. ഫിനിഷിംഗ് പ്ലെയിൻ്റെ വേറൊരു പേരാണ് ഫർണിഷിംഗ് പ്ലെയിൻ. ചിത്രം നോക്കി നോക്കൂ. ക്രോസ് സെക്ഷൻ ചിത്രം കണ്ടിട്ട് ഇതിൻ്റെ ഹാൻഡിൽ കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ ഹാൻഡിൽ മുൻഭാഗത്താണ്. നമ്മൾ മുന്നിൽ നമ്മളെ ഇവിടെ തള്ളവിരലിൻ്റെയും പിന്നെ ചൂണ്ടുവിരലിൻ്റെയും ആ ഗ്യാപ്പാണ് ഇവിടെ എന്ത് ചെയ്യുക? ഇടുക. നമ്മൾ ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുക. ഇത് തള്ളവിരൽ, ഇത് നമ്മൾ ചൂണ്ടുവിരലും ബാക്കിയുള്ള വിരലും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിത്രം ഒന്ന് റെഡിയാക്കാം കേട്ടോ, ഒന്ന് വായിച്ചെടുക്കാം. ഇനി ദിസ് ഈസ് സ്ലൈറ്റ്ലി സ്മാളർ ദാൻ സ്മൂത്തിങ് പ്ലെയിൻ. സ്മൂത്തിങ് പ്ലെയിനിലേക്കാട്ടിൽ ഒന്നും കൂടി ചെറുതാണ് ഇയാൾ. ഇറ്റ് ഈസ് കട്ടിങ് ആംഗിൾ ഈസ് 45 to 50 ഡിഗ്രി. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇറ്റ് പ്രിവെൻറ്റ് ടിയറിങ് ഓഫ് വുഡ് ആൻഡ് ഗിവ് എ ഗുഡ് ഫിനിഷ്. നമ്മൾ പ്ലെയിൻ ചെയ്യുമ്പോൾ ചില ടൈമിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ പ്ലെയിന് പോയിട്ട് എന്ത് ചെയ്യും? നമ്മൾ മരത്തിൻ്റെ മുകളിൽ ജാമാവും. ചെയ്ത ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഒന്നുകൂടി അടിപൊളിയായിട്ട് ഗുഡ് ഫിനിഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടിയറിങ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗുഡ് ഫിനിഷിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫിനിഷിംഗ് പ്ലെയിൻ ഉപയോഗിക്കുക. ദിസ് ഇസ് കാൾഡ് റീഫോം ഫിനിഷിംഗ് പ്ലെയിൻ. ഇതിൻ്റെ 3 പേരുണ്ട്. ഒന്ന് ഫിനിഷിങ്, ഒന്ന് ഫർണിഷിങ്, ഒന്ന് റീഫോം ഫിനിഷിങ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലെയിനിൽ ജാക്ക് പ്ലെയിൻ പഠിച്ചില്ലേ? അതിൻ്റെ എന്താണ് നല്ലോണം അടിയിലേക്ക് നിൽക്കൂലേ? അപ്പോൾ അയാളൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പം ഈ ടിയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് റൂട്ടർ പ്ലെയിൻസ്. റൂട്ടർ പ്ലെയിൻ ഈ ചിത്രം നിങ്ങൾ കണ്ടോ? ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തില്ല? വല്ലാണ്ട് പെട്ടെന്ന് ഓടത്തില്ല. ഞാൻ വേറൊരു ചിത്രം കാണിച്ചു തരാം. ഈ ഒരു ചിത്രം നോക്കി നോക്കും നിങ്ങൾ. കണ്ടോ? ചിത്രം കണ്ടോ? ഇതിൻ്റെ ബ്ലേഡ് കണ്ടോ നിങ്ങൾ? ബ്ലേഡ് കണ്ടോ? ഇത് ഇങ്ങനത്തെ ഒരു ബ്ലേഡ് കണ്ടോ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കണ്ടോ? ഗ്രെയിൻസ് കണ്ടോ? മരത്തിൻ്റെ ഗ്രെയിൻസ് കണ്ടോ? അതിന് എലോങ് ആണോ അക്രോസ് ആണോ ഇയാൾ ചെയ്യുന്നത്? നമുക്ക് നോക്കി നോക്കാം. റൂട്ടർ പ്ലെയിന് ചിത്രം കണ്ടോ നിങ്ങൾ? ഈ പറഞ്ഞ ഈ കട്ടിങ് ആംഗിളാണ് നമ്മൾ എന്ത് ചെയ്യുക? അവരോട് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ആൻഡ് ലെവൽ ഗ്രൂസ് ആൻഡ് റേസസ്. നമ്മൾ ചാലുകളും ഗ്രൂസും റേസസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാരാണ്? റൂട്ടർ പ്ലെയിന്. ഇതുകൊണ്ട് നമുക്ക് പുതിയ ഗ്രൂസ് ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ. അതാണ് PSC ഒരു വട്ടം ചോദിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. അവർ പറഞ്ഞു റൂട്ടർ പ്ലെയിൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യുക? പുതിയ ഗ്രൂവും റേസസൊക്കെ നമുക്ക് കട്ട് ചെയ്യാമെന്ന്. അതൊരിക്കലും പറ്റില്ല. അത് നമ്മൾ എന്താ ഉപയോഗിക്കുക? ചിസൽസാണ് ഉപയോഗിക്കുക. അപ്പോൾ ഗ്രൂസ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടും റിസസ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ് ആര്? റൂട്ടർ പ്ലെയിന്. അല്ലെങ്കിൽ ഗ്രൂസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും റിസസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആര്? റൂട്ടർ പ്ലെയിന്. ചിത്രം നിങ്ങൾ കണ്ടില്ലേ? മറ്റേ ചിത്രമാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. അതും സെയിം ചിത്രമാണ്, പക്ഷേ അതാണ് നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് അക്രോസ് ദി ഗ്രെയിൻ. ഞാൻ പറഞ്ഞ കീവേഡ് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്ന ഈ ചിത്രത്തിൽ നിന്നാണ് ഇപ്രാവശ്യം ഞാനൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അക്രോസ് ദി ഗ്രെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് റൂട്ടർ പ്ലെയിനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി കട്ടിംഗ് അയൺ ഇസ് ലോവേഡ് ആഫ്റ്റർ ഈച്ച് കട്ട് അൺടിൽ റിക്വയർഡ് ഡെപ്ത് റീച്ചഡ്. നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ആദ്യം ഇതാണ് ഇപ്പോൾ നമ്മളെ മറ്റേ ചിത്രം തന്നെ എടുക്കാം. ഇതാണ് നമ്മളെ ചാല് എന്ന് കരുതിക്കോളൂ. ഈ ചാല് ഇതാണ് കരുതിക്കോളൂ. ഇതിന് കുറച്ചും കൂടി ഡെപ്ത് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ കട്ടിംഗ് അയണിൽ ഒന്നും കൂടി ലോവർ ചെയ്ത് വെക്കും. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കട്ട് കഴിയും തോറും നമ്മുടെ ലെവൽ എത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് റൂട്ടർ പ്ലെയിൻ്റെ കട്ടിംഗ് അയൺ എന്ത് ചെയ്യുക? ലോവർ ചെയ്യാം. കട്ടിംഗ് അയൺ ഈസ് ലോവേഡ്. അപ്പോൾ ഇതിലെന്താ കീവേഡ് പഠിക്കേണ്ടത്? ഇത് ടു ക്ലീൻ ആൻഡ് ലെവൽ ദി ഗ്രൂസ് ആൻഡ് റിസസ്. ഇറ്റ് ഈസ് യൂസ്ഡ് അക്രോസ് ദി ഗ്രെയിൻസിന് അക്രോസ് ആയിട്ടാണ് ചെയ്യുക. കാരണം അത് പഠിക്കണം. കാരണം അത് വേറൊരു പ്ലെയിന് വരുന്നുണ്ട്. അതിലെന്താണ്?
നമുക്ക് കാണാം നേരെ നമ്മൾ അതിലോട്ടല്ലേ പോകുന്നത്. അടുത്തത് പ്ലഫ് പ്ലെയിൻ കണ്ടോ, പ്ലഫ് പ്ലെയിൻ കണ്ടോ നിങ്ങൾ? ദിസ് ഈസ് യൂസ്ഡ് ടു ഫോം ഗ്രൂസ് പാരലൽ വിത്ത് ഗ്രെയിൻ. ദിസ് ഈസ് യൂസ്ഡ് ടു ഫോം ഗ്രൂസ് പാരലൽ വിത്ത് ഗ്രെയിൻ അല്ലെങ്കിൽ അലോങ് വിത്ത് ഗ്രെയിൻ. ഗ്രെയിൻസിൽ അലോങ് ആയിട്ട് നമുക്ക് ഗ്രൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആര് പ്ലഫ് പ്ലെയിൻ. ദി കട്ടിംഗ് അയൺ ഈസ് അവൈലബിൾ ഫ്രം 3 മില്ലിമീറ്റർ ടു 16 മില്ലിമീറ്റർ വീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കട്ടിംഗ് അയൺ ഇയാളെ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇറ്റ് ഹാസ് നോ ക്യാപ്പ് അയൺ. ഇതിന് ക്യാപ്പ് അയൺ ഇല്ല, അതിൻ്റെ മുകളിൽ വെക്കുന്ന ക്യാപ്പ് അയൺ ഇല്ല. ദി ഡെപ്ത് ഓഫ് ഗ്രൂവ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ എ തമ്പ് സ്ക്രൂ കണ്ടോ, ഈ തമ്പ് സ്ക്രൂ കണ്ടോ, ഈ തമ്പ് സ്ക്രൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡെപ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എ ഗൈഡ് പാരലൽ ടു ദി പ്ലെയിൻ കൺട്രോൾ ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഗ്രൂവ് ഫ്രം എഡ്ജ് ഓഫ് ദി വർക്ക്. ഇതിൻ്റെ ചിത്രം കൂടി ഞാൻ കാണിച്ചു തരാം, എന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. കണ്ടോ നിങ്ങൾ ചിത്രം കണ്ടോ? ഇതിൻ്റെ വേറൊരു ചിത്രം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെ കറക്റ്റ് വുഡനാക്കിയിട്ട് വെച്ചിട്ടുള്ള വേറൊരു ചിത്രം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ചിത്രം നോക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും സെയിം ചിത്രമാണ്, പക്ഷേ കറക്റ്റ് വുഡനായിട്ടുള്ള വേറൊരു ചിത്രം കൂടി ഉണ്ടായിരുന്നു. എന്താ നോക്കേണ്ടത്, ഗ്രൂസ് പാരലൽ വിത്ത് ഗ്രെയിൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ക്ലീൻ ആൻഡ് ലെവൽ എന്നാണ്, ഇതെന്നാണ് ഒന്നും കൂടി ഹെവി ജോബാണിത് കണ്ടോ. ഇതിൻ്റെ ചിത്രം മറ്റേ ചെറിയൊരു സാധനമായിരുന്നു അല്ലേ, ഇതെന്താണ് അത്യാവശ്യം ഹെവി മെഷീനറിയാണ്. ഓക്കെ ആണോ? ഇനി ഒരു ഗൈഡ് കൊടുത്തിട്ടുണ്ടാവും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈഡ് പാരലൽ ടു ദി പ്ലെയിൻ, ഈ പ്ലെയിനിന് പാരലായിട്ട് ഒരു ഗൈഡ് കൊടുത്തിട്ടുണ്ടാവും. കൺട്രോൾ ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഗ്രൂവ് ഫ്രം ദി എഡ്ജ് ഓഫ് ദി വർക്ക്. ഈ എഡ്ജിൽ നിന്ന് ഗ്രൂവിന് എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, ഒരു ഗൈഡ് കൂടി കൊടുത്തിട്ടുണ്ടാവും. ഈ ഗൈഡ് കാണാണ്ടോ നിങ്ങൾക്ക്, കണ്ടോ ഗൈഡുകൾ കണ്ടോ നിങ്ങൾക്ക്? സിമ്പിളാണെന്ന് വിചാരിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഫസ്റ്റ് പഠിച്ച 8 ക്ലാസിഫിക്കേഷനിലെ ലാസ്റ്റ് വൺ, അഡ്ജസ്റ്റബിൾ മെറ്റൽ ജാക്ക് പ്ലെയിൻ. അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന മെറ്റൽ ജാക്ക് പ്ലെയിൻ കണ്ടോ. ഇത് മെറ്റലാണ്, ബോഡി കംപ്ലീറ്റ് മെറ്റലാണ്. ബോഡി പിന്നെ നോബ് ഉണ്ടാവും, ലിവർ ക്യാപ്സ്കൂം, പിന്നെ ലിവർ ക്ലാമ്പ്, കട്ടിങ് അയൺ, ബ്ലേഡ്. നമുക്ക് നോക്കി നോക്കാം. 2 അഡ്ജസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റിംഗ് ആയിട്ടുണ്ട്, ഒന്ന് ലാറ്ററൽ അഡ്ജസ്റ്റിംഗ് ഉണ്ട്. ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് വുഡൻ ജാക്ക്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ലൈക്ക് വുഡൻ ജാക്ക് ബട്ട് ദി കട്ടിങ് അയൺ അഡ്ജസ്റ്റബിൾ. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, കട്ടിങ് അയൺ അഡ്ജസ്റ്റ് ചെയ്യാം. ദിസ് പ്ലെയിൻ ഈസ് യൂസ്ഡ് ഫോർ പ്ലെയിനിങ് ഓഫ് ടിമ്പർ ടു ബ്രിങ് ദി സൈസ് നിയറർ ടു ദി റിക്വയേർഡ് മെഷർമെൻറ്റ്. നമുക്ക് വേണ്ട അളവിൻ്റെ അടുത്തോട്ട് വരെ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് അഡ്ജസ്റ്റബിൾ മെറ്റൽ ജാക്ക് പ്ലെയിൻ. ദി സൈസ് ഓഫ് ദി ബോഡി ലെങ്ത് 360 mm ആൻഡ് കട്ടർ വിഡ്ത്ത് ഈസ് 50 mm. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെറ്റൽ ജാക്ക് പ്ലെയിൻ്റെ കേസിൽ ഈ ബോഡി ലെങ്ത്തും ചോദിച്ചിട്ടുണ്ട്. ദീസ് പാർട്സ് ആർ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആൻഡ് ലിസ്റ്റഡ് ബിലോ. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പച്ചിരുമ്പ് കാസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോബ് എന്ന് പറയുന്നത്, ഈ നോബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ മരത്തിൻ്റെ ഒരു പോളിഷ് ചെയ്ത സാധനം, റോസ് വുഡ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഹാൻഡിൽ, ഇതും മരമാണ്. അത് രണ്ടും റോസ് വുഡാണ്. അത് നിങ്ങൾ പഠിച്ചോക്കണമെന്നില്ല, കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറ്റേ ജാക്ക് പ്ലെയിൻ ഈ ബോഡി എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ ആണ്. പിന്നെ കട്ടിങ് അയൺ ബ്ലേഡ് വളരെ ഇമ്പോർട്ടൻ്റ്. ടങ്സ്റ്റൺ സ്റ്റീൽ കൊണ്ടാണ് ഉപയോഗിക്കുക. ബാക്കി എല്ലാ പാർട്സും മെറ്റലാണ്. ഓക്കെ ആണോ? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും മെറ്റലാണ്. ഈ ഒരു നോബും ഈ ഹാൻഡിലും ഏതാണ്, റോസ് വുഡാണ്. ബോഡി അടിയിലെ വലിയ ഭാഗമായിട്ടുള്ള ബോഡി ഏതാണ്, കാസ്റ്റ് അയൺ. പിന്നെ കട്ടിങ് അയൺ ടങ്സ്റ്റൺ സ്റ്റീലാണ്. ബാക്കി എല്ലാ ഭാഗത്തും മെറ്റലിനെ പറഞ്ഞിട്ടുള്ളൂ. അഡ്വാൻറ്റേജ് ഓഫ് അഡ്ജസ്റ്റബിൾ മെറ്റൽ ബെഞ്ച് പ്ലെയിൻ. അഡ്ജസ്റ്റബിൾ മെറ്റൽ ബെഞ്ച് പ്ലെയിൻ്റെ ഗുണങ്ങൾ ഈസിയർ ആണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കട്ടിങ് അയൺ തിന്നർ സ്പീഡിങ് ആൻഡ് അപ്പോൾ ഗ്രൈൻഡിങ് ആൻഡ് ഷാർപ്പനിങ്. കട്ടിങ് അയൺ തിന്നർ സ്പീഡിങ് അപ്പ്, ഗ്രൈൻഡിങ് ആൻഡ് ഷാർപ്പനിങ്. ബോഡി റീറ്റെയിൻ ഷേപ്പ് ലിറ്റിൽ വെയർ. അത് മരമാണെങ്കിൽ എന്ത് ചെയ്യും, അത്യാവശ്യം തേഞ്ഞ് പോകും. ഓക്കെ ആണോ? ഇതും കൂടി നമുക്ക് നോക്കുക. എ സ്മിയർ ഓയിൽ ഓർ വാക്സ് ഓൺ ദി സോൾ ഓഫ് ദി പ്ലെയിൻ റെഡ്യൂസസ് ഫ്രിക്ഷൻ ആൻഡ് മേക്ക് പ്ലെയിൻ ഈസിയർ. നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ സ്മിയർ ഓയിൽ അല്ലെങ്കിൽ വാക്സോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. നമ്മൾ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ വുഡിനെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷേപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പ്ലെയിൻ. നമ്മൾ പഠിച്ചത് 8 എന്നാണ്. ജാക്ക് പ്ലെയിൻ എന്താ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക്ലി ആൻഡ് ട്രൂലി അല്ലേ, ക്വിക്ക്ലി ആൻഡ് ട്രൂലി. പിന്നെ എന്താ അതിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് സ്റ്റോക്ക് നമുക്ക് വുഡ് കൊണ്ടും ഉണ്ടാക്കാം, സ്റ്റീൽ കൊണ്ടും ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ എന്താണ് നമ്മുടെ
അതിൻ്റെ അടിഭാഗത്ത് ഓപ്പണിങ് തിക്കർ ഷേവിന് ഓപ്പണിംഗ് ആണ്. പിന്നെ 2 പോയിന്റ് കൂടി നമുക്ക് നോക്കി നോക്കാം. അടുത്ത സ്മൂത്തിങ് പ്ലെയിൻ പഠിച്ചില്ലേ. പിന്നെ സ്മൂത്തിങ് പ്ലെയിനിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്നും കൂടി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സ്മൂത്തിങ് പ്ലെയിൻ. പിന്നെ അതിൻ്റെ ട്രൈയിങ് പ്ലെയിൻ പഠിച്ചു, ടൂത്തിങ് പ്ലെയിൻ പശ ഇടാൻ വേണ്ടിയിട്ടാണ്, ഫിനിഷിംഗ് പ്ലെയിൻ പഠിച്ചു, റൂട്ടർ പ്ലെയിൻ പഠിച്ചു, പ്ലഫ് പ്ലെയിൻ പഠിച്ചു, അഡ്ജസ്റ്റബിൾ മെറ്റൽ ജാക്ക് പ്ലെയിൻ പഠിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ജാക്ക് പ്ലെയിൻ. ജാക്ക് പ്ലെയിൻ എന്തായിരുന്നു, നമ്മളെന്താ പഠിച്ച് ഈ ക്വിക്ക്ലി ആൻഡ് ട്രൂലി. പിന്നെ ഈ സ്റ്റോക്ക് എന്തുകൊണ്ടാണ്, വുഡ് കൊണ്ട് അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടാണ്. പിന്നെ 45 ഡിഗ്രിയാണ് കട്ടിങ് അയണിൻ്റെ ആംഗിൾ. പിന്നെ ഈ അടിഭാഗത്ത് ഓപ്പണിങ് വൈഡ് ആയിരിക്കും, തിക്കർ വുഡൻ ഷേവിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് പിന്നെ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദി കട്ടിങ് അയൺ ഫർദർ പ്രൊജക്റ്റ് ഔട്ട്സൈഡ് ദാൻ ഇൻ അതർ പ്ലെയിൻ. അതുപോലെ തന്നെ ആ ലോങ് പ്ലെയിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈൻ പ്ലെയിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈൻ പ്ലെയിൻ അല്ല നമ്മൾ ലോങ് ആണെന്ന് പറഞ്ഞ്. അടുത്ത സ്മൂത്തിങ് പ്ലെയിൻ. സ്മൂത്തിങ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ആംഗിൾ പഠിച്ചു വെക്കാം, 30 ഡിഗ്രിയാണ്. പിന്നെ അതിന് ഹാൻഡിൽ ഇല്ല എന്നുള്ള കാര്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിച്ചു വെക്കുക. സ്മൂത്തിങ് പ്ലെയിനിൽ ഹാൻഡിലില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു രൂപമാണല്ലേ, കണ്ടോ, ഹാൻഡിലില്ല. ഇനി അടുത്തതാണ് ട്രൈയിങ് പ്ലെയിൻ. ട്രൈയിങ് പ്ലെയിൻ എന്താ നമ്മൾ പറഞ്ഞ് അത്യാവശ്യം ലോങ് ആണല്ലേ, ലാർജർ ആൻഡ് ലോങ്ങർ ദാൻ അതർ പ്ലെയിൻ. ഇനി എന്തിനാ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂ ആൻഡ് സ്ട്രെയിറ്റ് സർഫസ്. ഇവിടെ എന്താ നമ്മൾ റെഡ് കൊണ്ട് ഇടാത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് എ ട്രൂ ആൻഡ് സ്ട്രെയിറ്റ് സർഫസ്. ഇത് കണ്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്, ട്രൈയിങ് പ്ലെയിൻ. അതുപോലെ തന്നെ ലാർജർ ആൻഡ് ലോങ്ങർ ആണ്. ഇനി അടുത്തത് ടൂത്തിങ് പ്ലെയിൻ. ടൂത്തിങ് പ്ലെയിൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പശ ഇടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണോ. പിന്നെ വി ഷേപ്പിലാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ടീത്തുകൾ ഉണ്ടാവുക, ഒരുപാട് ടീത്തുകൾ ഉണ്ടാവും. പശ ഇടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ പശ ഇടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാവുക, ഡയഗണലി അക്രോസും ചെയ്യണം, പിന്നെ അലോങ് ദി ഗ്രെയിൻ നമ്മൾ എന്തെങ്കിലും പ്ലെയിൻ ചെയ്യണം. പിന്നെ അടുത്തതാണ് ഫിനിഷിംഗ് പ്ലെയിൻ. ഫിനിഷിംഗ് പ്ലെയിനിങ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആംഗിൾ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ദിസ് ആൾസോ കാൾഡ് റീഫോം ഫിനിഷിംഗ് പ്ലെയിൻ അല്ലെങ്കിൽ ഫർണിഷിംഗ് പ്ലെയിൻ എന്നൊക്കെ വിളിക്കും. കട്ടിങ് ആംഗിളാണ് കേട്ടോ ഫിനിഷിംഗ് പ്ലെയിനിൽ. കട്ടിങ് ആംഗിളാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, 45 to 50 ഡിഗ്രിയാണ്. ഇനി അടുത്തതാണ് റൂട്ടർ പ്ലെയിൻ. നമ്മൾ വേറൊരു ചിത്രം കാണിച്ചു തന്നില്ലേ, എന്താണ് കീവേഡ്, അക്രോസ് ദി ഗ്രെയിന് നമ്മൾ ഗ്രൂസോ അല്ലെങ്കിൽ റിസസോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ക്ലീൻ ആൻഡ് ലെവൽ ഗ്രൂസ് ആൻഡ് റിസസ് ഇറ്റ് ഈസ് യൂസ്ഡ് അക്രോസ് ദി ഗ്രെയിൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കട്ടിങ് ആണ് എന്ത് ചെയ്യാം, ഓരോ സ്റ്റോക്ക് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം, താഴ്ത്തിയിട്ട് എന്ത് ചെയ്യാം, റിക്വയർഡ് ഡെപ്ത് വരെ നമുക്ക് ചെയ്യാം. ഇനി പ്ലഫ് പ്ലെയിൻ ആണെങ്കിൽ എന്താണ്, അലോങ് ദി ഗ്രെയിൻ ആണ്, പാരൽ വിത്ത് ഗ്രെയിൻ ആണ്. വളരെ വളരെ പിന്നെ ഒരു ഗൈഡ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ആ എഡ്ജിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്താണ് മെറ്റൽ ജാക്ക് പ്ലെയിൻ. ഇനി അടുത്തത് സ്പെഷ്യൽ പ്ലെയിൻസ് പഠിക്കണം കേട്ടോ. സ്പെഷ്യൽ പ്ലെയിനിൽ ഫസ്റ്റ് പഠിക്കേണ്ട റിബേറ്റ് പ്ലെയിൻ ഉണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ റിബേറ്റ് പ്ലെയിൻ ഉണ്ട്. പിന്നെ നമുക്കുള്ളത് കോമ്പസ് പ്ലെയിൻ, സ്പോക്ക് ഷേവ്, പിന്നെ 2 കൂടി ഉണ്ട് കേട്ടോ, കോൺവെക്സ് ആൻഡ് ഹോളോ പ്ലെയിൻസ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സ്പെഷ്യൽ പ്ലെയിൻ ഞാൻ റിബേറ്റ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിബേറ്റ് പ്ലെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതെന്താ റിബേറ്റ് എന്നൊക്കെ ഒന്ന് അറിയണം. പിന്നെ നമുക്ക് സ്പെഷ്യൽ പ്ലെയിൻസ് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിലെടുക്കാം. നമ്മൾ ഇതുപോലെ തന്നെ ഒരു സെഷൻ കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്തായാലും നമുക്ക് 2 ബുക്കും നമ്മൾ കവർ ചെയ്യും കേട്ടോ, ആ ഒരു പേടിയൊന്നും വേണ്ട. എന്തായാലും 2 ബുക്ക് നമ്മൾ കവർ ചെയ്യും. സ്പെഷ്യൽ പ്ലെയിനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച ജാക്ക് പ്ലെയിൻ, മെറ്റൽ ജാക്ക് പ്ലെയിൻ, ഫിനിഷിംഗ് പ്ലെയിൻ, അതുപോലെ ടൂത്തിങ് പ്ലെയിൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യും, മറന്നു പോകും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വേറൊരു ടോപ്പിക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ് ചിസൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉളി എന്ന് പറയില്ലേ, നമ്മൾ പെരുന്തച്ചൻ്റെ ഉളി എന്നൊക്കെ നമ്മൾ കേട്ടല്ലേ, ഒരുപാട് ഉളികളുണ്ടല്ലേ, ചെറുത് മുതൽ വലുത്. നമ്മൾ പെട്ടെന്ന് എന്ത് നമ്മൾ കാണുള്ളൂ, അതിൻ്റെ നീളം വീതി, അതിൻ്റെ വലിപ്പം, വലിയ വ്യത്യാസം മാത്രമേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. ചിസൽസ് ആർ യൂസ്ഡ് ഫോർ ഷേപ്പിംഗ് ആൻഡ് ഫിനിഷിംഗ് ദി പാർട്സ് ഓഫ് വുഡ് ജോയിൻറ്റ്. നമ്മളെ വുഡ് കട്ട് ചെയ്യാനും അതിൻ്റെ ജോയിൻറ്റിനൊക്കെ ഷേപ്പ് ചെയ്യാനും ഫിനിഷ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിസൽസ് ഉപയോഗിക്കാം. ഉളി എന്ന് പറയട്ടോ. ദേ ആർ ആൾസോ യൂസ്ഡ് ഫോർ ഷേപ്പിംഗ് ഡിഫറെൻറ്റ് പ്രൊഫൈൽസ് ഇൻ വുഡ് വർക്ക്. മാത്രമല്ല എന്ത് ചെയ്യും, നമുക്ക് കോൺവെക്സോ കോൺകേവോ ചാല് കീറാനോ എന്തിനും ഒരുപാട് പ്രൊഫൈലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉളി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വുഡ് കാർവിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം, ചില ഉളികൾ ഉണ്ടാക്കാം. ഇനി ഇത് മാത്രമാണ് PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. ദി സൈസ് ഓഫ് ദി ചിസൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ വിഡ്ത്ത് ഓഫ് ദി ബ്ലേഡ് ആൻഡ് ടൈപ്പ്. ഏത് ടൈപ്പ് ബ്ലേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മാത്രമല്ല ആ ബ്ലേഡിൻ്റെ വീതി എത്രയുണ്ട് എന്ന് എങ്ങനെയാണ്
അങ്ങനെയാണ് നമ്മൾ ചിസൽ ഉപയോഗിക്കുക. ദി സൈസ് ഓഫ് ദി ചിസൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി വിഡ്ത്ത് ഓഫ് ദി ബ്ലേഡ് ആൻഡ് ടൈപ്പ്. ആൾ ചിസൽസ് കൺസിസ്റ്റ് ഓഫ് 4 മെയിൻ പാർട്സ്. എല്ലാ ചിസലിനും എന്തുണ്ട്? 4 മെയിൻ പാർട്ട് ഉണ്ട്. അപ്പോൾ ചിസൽ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്ലേഡിൻ്റെ വീതിയും ഏത് ടൈപ്പാണെന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 മെയിൻ പാർട്സ് നമുക്ക് നോക്കി നോക്കാം. ഒന്ന് ഹാൻഡിൽ എല്ലാവർക്കും അറിയില്ല, മരം കൊണ്ടുണ്ടാണ് നമ്മൾ ഉണ്ടാവുക. രണ്ടാമത് ബ്ലേഡ് കണ്ടോ നിങ്ങൾ? നമ്മൾ കറുത്ത കളറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? കറുത്ത കളറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ടാങ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാങ് കണ്ടോ നിങ്ങൾ? ഈ ഹാൻഡിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടാപ്പേഡ് സെക്ഷനാണ് ഇത് ടാങ്. നമ്മൾ ഫയൽ പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഫെറൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡിലും ഈ ടാങ്ങും തമ്മിൽ ഒരിക്കലും ലൂസാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റൽ റിങ് നമ്മൾ ഇട്ട് കൊടുക്കും. The blade of a chisel is made of forged tool steel and the cutting angle is 25 degree. ചിസലിൻ്റെ ബ്ലേഡ് എന്താണ്? ഫോർജ്ഡ് ടൂൾ സ്റ്റീൽ. നമ്മൾ മരമാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ചിലപ്പം കാസ്റ്റ് അയൺ ആയിരിക്കും, അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈ കാർബൺ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്താണ്? ഫോർജ്ഡ് ടൂൾ സ്റ്റീലാണ് ഉപയോഗിക്കുക കേട്ടോ. ദി കട്ടിങ് ആംഗിൾ എത്രയാണ്? 25 ഡിഗ്രിയാണ്. അപ്പോൾ ചിസലിന് എത്രയാണ്? 4 ഭാഗമുണ്ട്. ഒന്ന് ഹാൻഡിൽ എല്ലാവർക്കും അറിയാം, ബ്ലേഡ് അതും എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ഫെറൂളും എല്ലാവർക്കും അറിയാം. ടാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലേഡും ഉണ്ട്, ഒരു ഹാൻഡിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്ലേഡിനെ ഹാൻഡിലുള്ളിലേക്ക് ഇറക്കി വെക്കണ്ടേ, അതിനുപയോഗിക്കുന്നതാണ് നമ്മുടെ ടാങ്ക്. ഇനി ഒന്നാമത്തെയാണ് ബെഞ്ച് ഫേമർ ചിസൽ. പിന്നെ ബിവൽ എഡ്ജ് ഫേമർ ചിസൽ ഉണ്ട്. നമുക്ക് ആദ്യം എല്ലാം ഹെഡിങ് നമുക്ക് നോക്കി നോക്കാം. ബെഞ്ച് ഫേമർ ചിസൽ, ബിവൽ എഡ്ജ് ഫേമർ ചിസൽ. ഡിഫറൻസ് കണ്ടോ നിങ്ങൾ? ഒറ്റയടിക്ക് ഡിഫറൻസ് ഉണ്ടോ? മൂന്നാമത് രജിസ്റ്റേർഡ് ഫേമർ ചിസൽ. ഇനിയുണ്ട്, അത്യാവശ്യമുണ്ട് പാരിങ് ചിസൽ, അതുപോലെ സോക്കറ്റ് ഫേമർ അല്ലെങ്കിൽ സോക്കറ്റ് മോർട്ടേഴ്സ് എന്ന് വിളിക്കും. ഇനി മോർട്ടേഴ്സ് ചിസൽ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ പർപ്പസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീകട്ടി ഉള്ളികളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബെഞ്ച് ഫേമർ ചിസലാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. കണ്ടോ? ഹാൻഡിൽ കണ്ടോ? ടാങ് കണ്ടോ? ഫെറൂൾ കണ്ടോ? നെക്ക് കണ്ടോ നിങ്ങൾ? പിന്നെ ബ്ലേഡ് എഡ്ജ് എത്രയാണ്? ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണല്ലേ? നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ ചിസലിംഗ് പർപ്പസ്. നമ്മൾ ജനറൽ ചിസലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ബെഞ്ച് ഫേമർ ചിസൽ ഉപയോഗിക്കുക. സ്ട്രോങ്ലി മെയ്ഡ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലൈറ്റ് ചിസലിംഗ് വിത്ത് എ മാൾട്ട്. ഒരു മാൾട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ലൈറ്റ് ചിസലിംഗ് നമുക്ക് ചെയ്യാം. ലൈറ്റ് ചിസലിംഗ് ആട്ടോ, ലൈറ്റ് ചിസലിംഗ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ലൈറ്റ് ചിസലിംഗ് ആണ്. ഇനി ദി ബ്ലേഡ് ഈസ് റെക്ടാങ്കുലർ ഇൻ സെക്ഷൻ. ബ്ലേഡ് എന്താണ്? റെക്ടാങ്കുലർ ആണ് അല്ലേ? കറക്റ്റ് ചതുരമായിരിക്കും. ഈ അറ്റം മാത്രം എന്ത് ഉണ്ടാവും? നമ്മൾ ഒരു മൂർച്ചയുള്ള പോലെ ബിവൽ ചെയ്തിട്ടുണ്ടാവും. ദി ഹാൻഡിൽ ഈസ് മെയ്ഡ് ഓഫ് ബീച്ച് ഓർ ആഷ് വുഡ്. ബീച്ച് വുഡ് കൊണ്ടോ ആഷ് വുഡ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് ഹാസ് എ ബ്രാസ് ഫെറൂൾ. നമുക്കിവിടെ ഒരു വെള്ളിക്കെട്ടുള്ള, അതായത് ഒരു ഓട്ടിൻ്റെ കളറിലൊക്കെ ഉള്ള ഒരു റിങ് കാണാം അല്ലേ? അതെന്തുകൊണ്ടാണ്? ബ്രാസ് കൊണ്ടാണ്. ഫെറൂൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? ബ്രാസ് കൊണ്ടാണ് ഉണ്ടാക്കുക. നമ്മൾ മടാളിൻ്റെ എല്ലാം ഫെറൂൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? ബ്രാസ് കൊണ്ട് ഉണ്ടാക്കുക. ടാങ് ഫിക്സ്ഡ് ഇൻസൈഡ് ദി ഫെറൂൾ നമ്മൾ പറഞ്ഞ അല്ലേ? ഇറ്റ് ഈസ് അവൈലബിൾ ഫ്രം 3 മില്ലിമീറ്റർ ടു 50 മില്ലിമീറ്റർ. ഇനി അടുത്തത് ബിവൽ എഡ്ജ് ഫേമർ ചിസൽ. എന്താ ബ്ലേഡിൻ്റെ വ്യത്യാസം എന്താ ഉണ്ടാവുക? ബ്ലേഡിൻ്റെ വ്യത്യാസം ഉണ്ടാവും, നോക്കിയോ? കണ്ടോ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ. It is more convenient for lighter work and pairing work. Pairing workന് ലൈറ്റർ വർക്കിന് നമുക്ക് എന്താണ്? ഇത് യൂസ്ഫുൾ ആണ്. പെയറിംഗ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പലക മുറിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉളി കൊണ്ട് മുറിക്കാം അല്ലേ? വാൾ ഉപയോഗിക്കണമെന്നില്ല, ഉളി കൊണ്ട് നമുക്ക് മുറിക്കാം. അപ്പോൾ ലൈറ്റർ വർക്കിനും പെയറിംഗ് വർക്കിനും നമ്മൾ ഉപയോഗിക്കുന്നത് ബിവൽ എഡ്ജ് ഫേമർ ചിസലാണ്. ഇനി നമുക്ക് നോക്കി നോക്കാം. ഇൻ പ്ലേസ് വേർ ഓർഡിനറി ഫേമർ ചിസൽ കനോട്ട് ബി യൂസ്ഡ് സച്ച് ആസ് ക്ലീനിങ് അപ്പ് കോർണേഴ്സ് ആൻഡ് ജോയിൻറ്റ്സ്. നമുക്ക് ഓർഡിനറി ഫേമർ ചിസൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ബിവൽ എഡ്ജ് ഫേമർ ചിസൽ ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് ഓർഡിനറി ചിസൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ട് എഴുതിക്കോ. അപ്പോൾ ഇവിടെ ഈ സ്ക്വയർ റെക്ടാങ്കുലർ ബ്ലേഡ് അല്ലേ പഴയ ചിസലിനുണ്ടാവുക, ഇതിൻ്റെ ചിസൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതിൻ്റെ ചിസൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, അതായത് 2 സൈഡിൽ നിന്നുണ്ടാവും, ഒരു ബിവലാണ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇവിടെ മുട്ടത്തില്ല. ഓക്കെ ആണോ? പഴയ ചിസലാണെങ്കിൽ എന്ത് ഇവിടെ മുട്ടും. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? ഇത് ഉപയോഗിക്കാം. ഇനി ബിവൽ എഡ്ജ് ഫേമർ ചിസൽ ഹാസ് 2 edge beveled along its length and make it lighter and edges thinner. ഈ 2 സൈഡ് നമ്മൾ എന്ത് ചെയ്യും? ബിവൽ ചെയ്യുമ്പോൾ അത്രയും മെറ്റീരിയൽ പോവല്ലേ, അപ്പോൾ എന്ത് ചെയ്യും? അത് ലൈറ്റ് ആവും ചെയ്യും, അത് തിന്നർ ആവും ചെയ്യും. സൈസ് വേരീസ് ഫ്രം 3 to 50 മില്ലിമീറ്റർ. സൈസ് ഇതിൻ്റെ സെയിം ആണ്. ബെഞ്ച് ഫേമറിൻ്റെയും ബിവൽ എഡ്ജ് ഫേമർ ചിസലിൻ്റെയും നമ്മുടെ സൈസ് സിമിലർ ആണ്. ഇനി അടുത്തതാണ് രജിസ്റ്റേർഡ് ഫേമർ ചിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബിവൽ എഡ്ജ് ഫേമച്ചസിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും എന്താണ് ബിവലാണ് എന്ന് പറഞ്ഞു. പിന്നെ ലൈറ്റർ വർക്കിന് പെയറിംഗ് വർക്കിന് ഉപയോഗിക്കാൻ നമ്മൾ നല്ലൊരു അഡ്വാൻറ്റേജ് ആട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഇനി അടുത്ത് രജിസ്റ്റേർഡ് ഫേമച്ചസിലാണ് നമ്മൾ ചിത്രം കണ്ടില്ലേ നിങ്ങൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹെവി വർക്ക് സച്ചസ് മോർട്ടൈസിങ്ങിന് പോലെയുള്ള ഹെവി വർക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് രജിസ്റ്റേർഡ് ഫേമർ ചിസൽ. അപ്പോൾ നമ്മുടെ ചട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ, ജനലിൻ്റെ ചട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു മോർട്ടൈസിലേക്ക് ടെനൻ ഇറക്കി വെക്കുക ചെയ്യുക. ടെനനാണ് മോർട്ടൈസ് ജോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ ഈ മോർട്ടൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഹോള് ഉണ്ടാക്കിയെടുക്കണം. ഈ ടെനനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയല്ലോ രജിസ്റ്റേർഡ് ഫേമച്ചസിൻ്റെ കാര്യം നമുക്ക് നോക്കിയില്ലേ. പക്ഷേ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ഉള്ളിനെ തല്ലാൻ പറ്റത്തില്ല. ഇവിടെ അത്യാവശ്യം ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാൾട്ട് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. നമ്മൾ ചില ആശാരികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൈ കൊണ്ട് തട്ടി കൊടുക്കൂലേ. പക്ഷേ ഇവിടെ രജിസ്റ്റേർഡ് ഫേമച്ചസിലാണെന്നുണ്ടെങ്കിൽ അവിടെ മാൾട്ട് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഇതാണ് ഒരു കീവേഡ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഓർഡിനറി ഫേമച്ചസിൽ. നമ്മൾ ഓർഡിനറി ഫേമച്ചസിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കുക. മാത്രമല്ല തിക്കർ ബ്ലേഡ് ആൻഡ് അയൺ ഫെറൂൾ. അതിന് ബ്രാസിൻ്റെ ഫെറൂളല്ല, അയേണിൻ്റെ ഫെറൂളാണ് രജിസ്റ്റേർഡ് ഫേമർ ചിസൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിക്കർ ബ്ലേഡ് അയേണിൻ്റെ ഫെറൂൾ ഉണ്ടാവുക. അറ്റ് ബോത്ത് എൻഡ് ഓഫ് ഹാൻഡിൽ, രണ്ട് എൻഡിലും എന്തുണ്ടാവും, അയേണിൻ്റെ ഫെറൂൾ ഉണ്ടാവും. അത് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടോ, നമുക്ക് നോക്കി നോക്കാം. ഉണ്ട് അല്ലേ, രണ്ട് സൈഡിലും എന്തുണ്ട്, ഞാൻ ഈ സൈഡ് മാത്രം ശ്രദ്ധിച്ചുള്ളൂ കേട്ടോ. രണ്ട് സൈഡിലും അയേണിൻ്റെ ഫെറൂളുണ്ട് രജിസ്റ്റേർഡ് ഫേമർ ചിസൽ. അപ്പോൾ ഹെവി വർക്കിനാണ് ഉപയോഗിക്കുക. മോർട്ടൈസിങ്ങിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഉപയോഗിക്കും. ഈ സൈഡിൽ മാളറ്റ് കൊണ്ട് അടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സൈഡിലും കൂടി എന്ത് ചെയ്യുന്നത്, ഫെറൂൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും അയേണിൻ്റെ ഫെറൂളാണ് ഉപയോഗിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അത്യാവശ്യം മറ്റേ സാധാ ഓർഡിനറി ചിസലിനെക്കാട്ടിലും ബ്ലേഡിൻ്റെ തിക്കറായിരിക്കും. ഇനി എ ലെതർ വാഷർ ഈസ് പ്രൊവൈഡ് ബിറ്റ്വീൻ ദി ഷോൾഡർ ഓഫ് ദി ബ്ലേഡ് ആൻഡ് ഹാൻഡിൽ. അതായത് ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ. ഒരു ലെതറിൻ്റെ ഒരു വാഷർ ഉണ്ടായിരിക്കും വെൻ ദി ചിസൽ ഈസ് ഹിറ്റ് ബൈ ദി മാൾറ്റ്, ആ ഷോക്കിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതാണ് പെയറിംഗ് ചിസൽ. പെയറിംഗ് ചിസൽ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് നമുക്ക് പഠിച്ചു വെക്കാം. ഇനി ഇറ്റ് ഈസ് ദി മോസ്റ്റ് സൂട്ടബിൾ ഫോർ ആൾ പെയറിംഗ് വർക്ക് അല്ലേ. നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, പെയറിംഗ് ചിസൽ ഉപയോഗിച്ചാൽ മതി. സച്ച് ആസ് ഫിനിഷിങ് ഓഫ് ജോയിൻറ്റൊക്കെ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ടെനൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ നിൽക്കേണ്ടി എഴുതിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പെയറിംഗ് ചിസൽ ഇങ്ങനെ വെച്ചിട്ട് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഭാഗം കറക്റ്റായിട്ട് പോകുന്നു കിട്ടും. അതാണ് പെയറിംഗ് ചിസൽ. ഇറ്റ് ഹാസ് ആൻ എക്സ്ട്രാ ലോങ് തിൻ ബ്ലേഡാണ്, എക്സ്ട്രാ ലോങ് ആണ്. ഈ രണ്ട് പോയിൻറ്റും കീവേഡാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ മായ്ക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ട് എഡ്ജും എന്താണ്, ചേരിഞ്ഞിട്ട് ബിവലിംഗ് ആണല്ലേ, രണ്ട് എഡ്ജും ബിവലിംഗ് ആണ്. ഇനി ഇതിലും നമ്മൾ കൈകൊണ്ട് മാത്രം അടിക്കാൻ പറ്റത്തുള്ളൂ. പെയറിംഗ് ചിസലിൽ കൈകൊണ്ട് മാത്രമാണ് അടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിലൊരിക്കലും മാൾട്ട് ഉപയോഗിക്കാൻ പാടില്ല. It should never be used with a mallet. The handle is made of beech and octagonal in section. ഇതിൻ്റെ ഹാൻഡിൽ എന്താണ്, വട്ടത്തിലല്ല, ഒക്ടഗണൽ ഷേപ്പിലാണ്, ബീച്ച് വുഡിലാണ് നിർമ്മിക്കുക. അപ്പോൾ പെയറിംഗ് ചിസൽ എല്ലാ കൈൻഡ് പെയറിംഗ് വർക്കിനും നമുക്ക് ഉപയോഗിക്കാം. ജോയിൻറ്റ് ഫിനിഷ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എക്സ്ട്രാ ലോങ് ബ്ലേഡാണ് ഇതിലുണ്ടാവുക. ഇതിൻ്റെ ഹാൻഡിൽ ഹെക്സഗണൽ ഷേപ്പാണ് ഉണ്ടാവുക. ഈ ബ്ലേഡിൻ്റെ രണ്ട് ഷേപ്പ് എന്ത് ചെയ്യുന്നുണ്ടാവും, ബിവൽ ചെയ്തിട്ടുണ്ടാവും. ഇതൊരിക്കലും ഒരു മാലറ്റ് കൊണ്ട് അടിക്കാൻ പാടത്തില്ല. ഒരിക്കലും മാലറ്റ് കൊണ്ട് അടിക്കാൻ പറ്റില്ല, നമ്മൾ കൈ കൊണ്ടാണ് അടിക്കുക. ഇനി അടുത്തത് സോക്കറ്റ് മോർട്ടൈസ് അല്ലെങ്കിൽ സോക്കറ്റ് ഫേമർ ചിസൽ അല്ലെങ്കിൽ സോക്കറ്റ് മോർട്ടൈസ്. ഇതിൽ ഈ അഞ്ചാമത്തെ ചിത്രമാണ് കേട്ടോ. ബാക്കി ഈ 6, 7 നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്ട്രാ ഹെവി വർക്കിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു അല്ലേ. അതിനേക്കാട്ടിലും ഒന്നുകൂടി എക്സ്ട്രാ ഹെവി വർക്കിന് ഉപയോഗിക്കുന്നതാണ് സോക്കറ്റ് ഫേമർ അല്ലെങ്കിൽ സോക്കറ്റ് മോർട്ടൈസ്. ദി ബ്ലേഡ് ഈസ് തിക്കർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ഇൻ അതർ ചിസൽ. ഏത് ചിസലുണ്ടോ അതിനേക്കാളെല്ലാം തിക്കറും സ്ട്രോങ്ങറുമാണ് ഇത് നമ്മുടെ സോക്കറ്റ് ഫേമർ ചിസൽ അല്ലെങ്കിൽ സോക്കറ്റ് മോർട്ടൈസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ കീവേഡിൽ നിന്നാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതും ഇങ്ങനത്തെ കീവേഡാണ്. ഇറ്റ് ഈസ് ഏബിൾ ടു വിസ്റ്റാൻഡ് ദി ബ്ലോസ് ഓഫ് മാൾട്ടോട് അടിക്കുന്നതിനൊക്കെ സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഫെറൂൾ കണ്ടോ നിങ്ങൾ. ആൻഡ് ലെവൽ ഔട്ട് ദി കോർണർ ഓഫ് ദി മോർട്ട് ആൻഡ് ലെവൽ ഔട്ട് വിസ്റ്റാൻഡ് ദി ബ്ലോസ് ഓഫ് ദി മാൾട്ട്
and level out the cover of the mortises. The ash handle provided with the ferrule is fitted in socket in the blade. എന്താണ് ഇങ്ങനത്തെ ഫെറൂൾ പറഞ്ഞിട്ട് കേട്ടോ. Chisels are blades of circular section called gauges or hollow chisels. ഇതിൻ്റെ ബ്ലേഡ്സ് സർക്കുലർ സെക്ഷനിലുള്ളതാണ്. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഹോളോ ചിസൽ എന്ന് വിളിക്കും. നമ്മൾ എന്താ പറയുക, ചെത്തുളി എന്നൊക്കെ പറയും. നമ്മൾ പണ്ട് പൂവൊക്കെ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അക്കോർഡിംഗ് ടു ദി പൊസിഷൻ ഓഫ് ദി കട്ടിംഗ് ബിവൽ ഓൺ ദി ബ്ലേഡ് ദർ ആർ ടു മെയിൻ ഷേപ്പ്. അതായത് ഒന്ന് ഉള്ളിലേക്ക് വട്ടുണ്ടാവും, ഒന്ന് പുറത്തോട്ട് വട്ടുണ്ടാവും. അതാണ്. അപ്പോൾ ഇത് ഇവിടെ കഴിഞ്ഞു കേട്ടോ. എന്നാണ് ഞാൻ ഈ ഫിഗർ 6, 7 നിങ്ങൾ ശ്രദ്ധിക്കണ്ടെന്ന് പറഞ്ഞത്. അക്കോർഡിംഗ് ടു ദി പൊസിഷൻ ഓഫ് ദി കട്ടിംഗ് ബിവൽ ഓൺ ദി ബ്ലേഡ് ദർ ആർ ടു മെയിൻ ടൈപ്പ്. ഇൻസൈഡ് ബിവൽ ഗേജ് ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ബിവൽ ഗേജും ഉണ്ട്. ഫിഗർ 7 ഉണ്ട്. ഈ ബിവൽ കണ്ടോ, ബിവൽ രണ്ട് സൈഡിലും അത് ഉള്ളിലോട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു കുഴി പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അതായത് സ്പൂണിൻ്റെ ഒക്കെ ഏത് ഷേപ്പ് ഉണ്ടാവും. ഞാനതിൻ്റെ ചിത്രം കാണിച്ചു തരാം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മിനിറ്റ്. അപ്പോൾ ചിത്രത്തിനേക്കാളും നല്ലതേ നമ്മളൊരു PVC പൈപ്പ് എടുത്തു. PVC പൈപ്പിൻ്റെ നടുഭാഗം ഞാൻ കട്ട് ചെയ്തു. PVC പൈപ്പിൻ്റെ നടുഭാഗം കുറുകെ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് അപ്പോൾ PVC പൈപ്പിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യും, 2 പകുതിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നടുഭാഗത്ത് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നിൻ്റെ നടുഭാഗം കുഴിഞ്ഞിരിക്കൂലേ, അതുപോലത്തെ ഉള്ളിയാണ് ഒന്ന്. പിന്നെ ഒന്നിൻ്റെ പുറം ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കത്തില്ലേ, അതാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക വെച്ചാൽ കൊത്തുപണിക്കൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുക. അതേപോലെ 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് 26ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്ലെയിൻ ഈസ് യൂസ്ഡ് ഫോർ പ്ലെയിനിങ് ദി വുഡ് ക്വിക്ക്ലി ആൻഡ് ട്രൂലി? നമുക്ക് ക്വിക്ക്ലി ആൻഡ് ട്രൂലി ആയിട്ട് ഒരു പ്ലാങ്കിനെ അല്ലെങ്കിൽ വുഡിനെ പ്ലെയിൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന പ്ലെയിൻ ഏതാണ്? ജാക്ക് പ്ലെയിൻ ആണോ, ട്രൈയിങ് പ്ലെയിൻ ആണോ, പ്ലഫ് ആണോ, ഫിനിഷിംഗ് പ്ലെയിൻ ആണോ? ഈ ഓരോ പ്ലെയിന് പറയുമ്പോഴും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കീവേഡും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഏതാണായിരിക്കും ആൻസർ? എന്തായിരിക്കും? ജാക്ക് പ്ലെയിൻ തന്നെയാണോ അതോ ഞാൻ വെറുതെ മാർക്ക് ചെയ്തതാണോ? എന്താ വരിക? ഫസ്റ്റ് പഠിച്ച പ്ലെയിനാണ് ജാക്ക് പ്ലെയിൻ, ലാസ്റ്റ് പഠിച്ചതാണ് അഡ്ജസ്റ്റബിൾ മെറ്റൽ ജാക്ക് പ്ലെയിൻ. ഓക്കെ ആണോ? അപ്പോൾ ജാക്ക് പ്ലെയിൻ പഠിച്ചപ്പോൾ അതിൻ്റെ കീവേഡ് ഞാൻ പറഞ്ഞിരുന്നു. ടു പ്ലെയിൻ അല്ലെങ്കിൽ ഫോർ പ്ലെയിനിങ് ദി വുഡ് ക്വിക്ക്ലി ആൻഡ് ട്രൂലി. പിന്നെ അതിൻ്റെ ആംഗിൾ പറഞ്ഞിരുന്നു. ഓക്കെ ആണോ? ഇനി 27ാമത്തെ ചോദ്യം. ഈ ഓയിൽ സ്റ്റോൺ എന്നുള്ള ടോപ്പിക്കാട്ടോ നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ എടുക്കുന്നുണ്ട്, അടുത്ത വീഡിയോ എടുക്കും. ഗ്രൈൻഡർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഷാർപ്പനിങ് പഠിക്കണം, ഓയിൽ സ്റ്റോണുകൾ പഠിക്കണം. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് അവൈലബിൾ ആണ്, കീവേഡ് ഇതാണോ, നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓയിൽ സ്റ്റോണുകൾ എത്ര വിധത്തിൽ, എത്ര ഗ്രേഡ്സിലുണ്ടെന്നാണ് ചോദിക്കുന്നത്. 2 ഗ്രേഡാണോ, 3 ഗ്രേഡാണോ, 1 ഗ്രേഡ് ഉള്ളൂ, 4 ഗ്രേഡ് ഉള്ളൂ? 1 അല്ല, ഏതായിരിക്കും ആൻസർ? 2 ആണോ 3 ആണോ എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതാ 2 ഗ്രേഡാണ് കേട്ടോ. 2 ഗ്രേഡ്സിലാണ് നാച്ചുറൽ ഓയിൽ സ്റ്റോൺ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇനി 28ാമത്തെ, സ്ലിപ്പ് സ്റ്റോൺ യൂസ്ഡ് ഫോർ ഡാഷ് സർഫസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്ലിപ്പ് സ്റ്റോൺ റഫിനാണോ, സ്മൂത്ത് സർഫസിനാണോ, അതോ കർവഡിനാണോ, ഫ്ലാറ്റ് സർഫസിനാണോ ഉപയോഗിക്കുക എന്ന് ചോദിക്കുന്നത്. സിമ്പിൾ ചോദ്യമാണ്. ഏതാണ്? നമ്മൾ കർവഡ് സർഫസിനാണ് എന്ത് ചെയ്യുക, ഈ സ്ലിപ്പ് സ്റ്റോൺ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്തത് 29ാമത്തെ ചോദ്യം. ദി ടൂത്തിങ് പ്ലെയിൻ ഈസ് യൂസ്ഡ് ഫോർ. നമ്മളിപ്പോൾ പഠിച്ചെടുത്തിട്ടുള്ളൂ, ഈ വീഡിയോയിൽ തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടൂത്തിങ് പ്ലെയിന് അതിൻ്റെ ബ്ലേഡിൻ്റെ അടുത്ത് V ഷേപ്പിലുള്ള ഷേപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുക? പ്ലെയിനിങ് ആൻഡ് സ്മൂത്തനിങ് റിബേറ്റ് ആണോ? അതിന് ഏത് പ്ലെയിനാണ് ഉപയോഗിക്കുക? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ പറഞ്ഞ കീവേഡ് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കീവേഡ് ഞാൻ എഴുതി വെക്കാറുമുണ്ട്. അതുപോലെ കീവേഡ് എന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ ഓപ്ഷനും നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് അതിൻ്റെ കീവേഡ് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ആ ടോപ്പിക്ക് എന്തായാലും പഠിക്കുമ്പോൾ ആ കീവേഡ് ഒന്നുകൂടി പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനി ക്ലീൻ ആൻഡ് ലെവൽ ഗ്രൂവ്, ഇതൊരു കീവേഡ് നമ്മൾ പറഞ്ഞാലേ. ടു ഫോം ഗ്രൂവ്സ്, അതുപോലെ ടു പ്രിപ്പയർ റഫ് ഗ്ലോയിങ് സർഫസ്. നമ്മൾ പറഞ്ഞു പശ ഇടാൻ വേണ്ടിയിട്ട് എന്ത് വേണം? റഫ് ഗ്ലോയിങ് സർഫസ് വേണം. അതിനാണ് അടിയിൽ ഇങ്ങനെ വി ആയിട്ട് പല്ല് പോലെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇനി അടുത്ത ചോദ്യം, 30ാമത്തെ ചോദ്യം. ദി ഷാർപ്പനിങ് ആംഗിൾ ഓഫ് കട്ടിംഗ് അയൺ ഇൻ പ്ലെയിൻ. നമ്മൾ എടുത്തിട്ടില്ല. കട്ടിംഗ് അയണിൽ പ്ലെയിനിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഷാർപ്പനിങ് ആംഗിൾ എന്ന് പറയുന്നത് 25 മുതൽ 30 ഡിഗ്രി വരെയാണ്.
ഇനി 31ാമത്തെ ചോദ്യം നോക്കാം. 31ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാമർ ഷോസ് ദി പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റിസം വിച്ച് ഹെൽപ്പ് ഇൻ ടാക്കിംഗ് നെയിൽ ആൻഡ് സ്ക്രൂ ഈസിലി? ആണി സ്ക്രൂ ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കാന്തിക ശക്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകൂടി എളുപ്പമാണ് അല്ലേ? ഈ ഹാമറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 100 ഗ്രാം ആട്ടോ. ഇതിലേതാണ് ഏതിനാണ് മാഗ്നറ്റിസം ഉണ്ടാവുക? ക്ലോ ഹാമറിനാണോ? ക്ലോ ഹാമർ എന്താ? ആണി പെറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം അല്ലേ? കാർപ്പൻറ്റേഴ്സ് ഹാമറാണോ കോസ്പീൻ ഹാമറാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ചിലർ ഈ ക്വസ്റ്റ്യൻ മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഏതാണ്? നമ്മളെ കോസ്പീൻ ഹാമറാണ്. അതിന് 100 ഗ്രാമാണ് വെയിറ്റ് ഉണ്ടാവുക. ചെറിയൊരു മാഗ്നറ്റിസം ഉണ്ടാവും. വേറൊരു ഹാൻഡിലിൻ്റെ കേസിൽ ചെറിയൊരു മാഗ്നറ്റിസം കാണിക്കുക എന്ന് പറയാം. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അതാണ് ഇവിടെ നൺ ഓഫ് ദീസ് വരുമ്പോൾ എന്ത് ചെയ്യും? ചില ആൾക്കാർക്ക് ഡൗട്ട് വരും. പക്ഷേ വേറൊരു ഹാമറിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, അതെടുക്കാന്ന്. വേറൊരു ഹാമറിൽ സ്ലൈറ്റ് മാഗ്നറ്റിസം എന്നാണ് ചോദിക്കുക കേട്ടോ. ഇനി അടുത്തത് 32ാം ചോദ്യം. വിച്ച് പാർട്ട് ഓഫ് ദി ചിസൽ ഫിക്സഡ് ഇൻസൈഡ് ദി ഫെറൂൾ? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, ചിസലിൽ ഫെറൂളിൻ്റെ ഉള്ളിൽ ഘടിപ്പിക്കുന്ന ചിസലിൻ്റെ ഭാഗം ഏതാണ്? ഹാൻഡിലാണോ, പോയിൻ്റ് ആണോ, ബ്ലേഡ് ആണോ, ടാങ്കാണോ? വിച്ച് പാർട്ട് ഓഫ് ദി ചിസൽ ഈസ് ഫിക്സഡ് ഇൻസൈഡ് ദി ഫെറൂൾ? ഫെറൂളിൻ്റെ ഉള്ളിൽ ഏതാ വരിക? ഫെറൂൾ പറയുമ്പോൾ മെറ്റാൽ റിങ് ഇല്ലേ? ചില കേസിൽ നമ്മൾ പറഞ്ഞു ബ്രാസ് ആണെന്ന് പറഞ്ഞു, ചില കേസിൽ 2 ഉണ്ട് എന്ന് പറഞ്ഞു. ആ 2 ഉണ്ടാകുമ്പോൾ എന്താണ്? അയേൺ കൊണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏത് ഭാഗമാണ് ഫിക്സ് ചെയ്യുക? സിമ്പിൾ ചോദ്യം, ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അല്ലേ? ഏതാണ്? ടാങ് ആണ് കേട്ടോ ഫിക്സ് ചെയ്യുക. 32 ഡി ആണ് കറക്റ്റ് ആൻസർ. 33 ദി മാളറ്റ് ഷുഡ് നെവർ ബി യൂസ്ഡ് എന്നാണ്. യൂസ്ഡ് ഇൻ എ നമ്മൾ പറഞ്ഞില്ല, ചില ചിസൽ എന്താണ് കൈ കൊണ്ടാണ് അടിക്കുക. ചില ചിസലിന് എന്ത് ചെയ്യണം? നല്ല ശക്തമായ ഹാമർ ബ്ലോ ഉപയോഗിക്കണം. അതുപോലെ നെവർ യൂസ്ഡ് വിത്ത് ഡാഷ് ചിസൽ. ഏത് ചിസൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഹാമർ ഉപയോഗിക്കാനേ പാടില്ലാത്തത്? മോർട്ടൈസാണ്. മോർട്ടൈസൊക്കെ നല്ല അടി കൊടുത്താലേ ആ മോർട്ടൈസ് ജോയിൻ്റ് ഉണ്ടാവില്ലേ, നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ സോക്കറ്റ് ചിസലാണോ, ഫേമർ ചിസലാണോ, പാരിങ് ചിസലാണോ? ഏതാണ് ആൻസർ? ഏതാ? 33 എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. പാരിങ് ചിസലാണ്. ഇനി 34 വിച്ച് വൺ ഓഫ് ദി ഗിവൺ ടൂൾ ഈസ് യൂസ്ഡ് ആസ് അബ്രാസീവ് ടൂൾ? തന്നിരിക്കുന്നതിൽ അബ്രാസീവ് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതെന്നാണ്? ടാക്ക് ഹാമറാണോ, മോർട്ടർ ചിസലാണോ, ഫേമർ ചിസലാണോ, ഹാൻഡ് ഫയലാണോ? ഓപ്ഷൻസ് വൈസ് സിമ്പിൾ ചോദ്യമാണ്. ഏതാണ്? ഹാൻഡ് ഫയലാണ് എന്ത് ചെയ്യുക? അബ്രാസീവ് ടൂളായിട്ട് ഉപയോഗിക്കുക. ഇനി അടുത്ത ചോദ്യം 35ാമത്തെ ചോദ്യം. വാട്ട് ഈസ് യൂസ്ഡ് ഫോർ പ്ലാനിങ് എ ജോബ് ഫ്രം എൻഡ് ടു എൻഡ് വിത്തൗട്ട് ഡാമേജിങ് ദി എഡ്ജ്? ഇത് എൻഡ് ടു എഡ്ജ്, നമ്മൾ എഡ്ജിന് ഡാമേജ് ചെയ്യാതെ എൻഡ് ടു എൻഡ് പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഷൂട്ടിംഗ് ബോർഡാണോ, അതുപോലെ കപ്പ് ബോർഡാണോ, മൈറ്റർ ബ്ലോക്ക് ആണോ, പിൻ ബോർഡാണോ? ടോപ്പിക് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാട്ടോ. ഏതാണ്? ഷൂട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇനി അടുത്തത് 36ാം ചോദ്യം. വാട്ട് ഈസ് ദി യൂസ് ഓഫ് ടേബിൾ സ്കാർഫ് ജോയിനിൻ്റെ യൂസ്? അത് യൂസ് എന്താണെന്ന് വരിക? യൂസാണ് ചോദിച്ചിരിക്കണം കേട്ടോ. കീവേഡ് എന്താണ്? യൂസ് എന്നാണ്. പക്ഷെ ഇവിടെ ഓപ്ഷൻ നോക്കി നോക്കൂ. ഇൻക്രീസ് ഇൻ വിഡ്ത്ത്, ഇൻക്രീസ് ഇൻ ലെങ്ത്ത്, ഇൻക്രീസ് ഇൻ തിക്നെസ്, നൺ ഓഫ് ദീസ്. എന്താണ് ടേബിൾ സ്കാർഫ് ജോയിനിൻ്റെ യൂസ് എന്താണെന്ന് ചോദിക്കുന്നത്? ലെങ്ത്ത് കൂടാൻ വേണ്ടിയിട്ടാണോ? ലെങ്ത്ത് കൂടാനാണെന്ത് ടേബിൾ സ്കാർഫ് ജോയിൻറ്റ് ഉപയോഗിക്കുക. വൈഡനിങ് ജോയിൻറ്റ് പഠിക്കണം, അതുപോലെ ലെങ്തനിങ് ജോയിൻറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി 37 വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹോഞ്ച് മോർട്ടൈസ് ആൻഡ് ടെനൺ ജോയിൻറ്റ്? ഈ ഹോഞ്ച് മോർട്ടൈസ് ആൻഡ് ടെനൺ ജോയിൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുന്നത്? ടു പ്രിവെൻറ്റ് വാർപ്പിംഗ് ആണോ, ഫോർ സ്ട്രെങ്ത് ആണോ, ഫോർ ഫിനിഷിംഗ് ആണോ, ഫോർ പ്രിവെൻറ്റിങ് റെയിൽ ട്വിസ്റ്റിംഗ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ വരിക? 37 ഡി ആണ് കേട്ടോ വരിക. 37 ഡി ആണ് വരിക. 37 ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. 38 ഇൻ വിച്ച് കാറ്റഗറി ദി ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻറ്റ് ബിലോങ്സ് ടു? നമ്മൾ വൈഡനിങ് ജോയിൻറ്റ് പഠിക്കണം, ലെങ്തനിങ് ജോയിൻറ്റ്. ഇപ്പോൾ പലകൾ കൂട്ടി വെച്ചിട്ട് ലെങ്ത്ത് നമ്മുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെങ്തനിങ് ജോയിൻറ്റ് ഉപയോഗിക്കും. അതുപോലെ വീതി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വൈഡനിങ് ജോയിൻറ്റ് ഉപയോഗിക്കും. അതിൽ ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻറ്റ് അത് ഏതിലാണ് ഉപയോഗിക്കുകയെന്ന് ചോദിക്കുന്നത്? അത് ഏതിലാണ്? വൈഡനിങ് ജോയിൻറ്റിൽ വരുന്ന ഒരു ജോയിൻ്റാണ് ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻറ്റ്. ഒരു ടങ് ഉണ്ടാവും, ആ ടങ് ഗ്രൂവിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇതിൽ ചെയ്യുക. 39ാം ചോദ്യം. നെയിം ദി ജോയിൻറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഷെൽവ്. ഷെൽവ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജോയിൻ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്?
ഇതാണ് സ്കാർഫാണ്, ബുഡിൽ ജോയിൻ്റ് ആണോ, ഹൗസിങ് ജോയിൻ്റ് ആണോ, ഏതാണ് കറക്റ്റ് ആൻസർ? മേക്കിംഗ് ഷെൽവാണ് കേട്ടോ. ഷെൽവ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? ഹൗസിങ് ജോയിൻ്റ് ആണ് കേട്ടോ. ഹൗസിങ് ജോയിൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഹൗ ടു കാൽക്കുലേറ്റ് ദ തിക്നെസ് ഓഫ് എ സോക്കറ്റ് ഇൻ എ ബ്രിഡിൽ ജോയിൻറ്റ്. ബ്രിഡിൽ ജോയിൻറ്റിൽ സോക്കറ്റിൻ്റെ തിക്നെസ് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അത് നമ്മുടെ സോക്കറ്റിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 തിക്നെസ് ഓഫ് ദി സ്റ്റോക്കിന് 1/3 തിക്നെസ് ആണ് ഉണ്ടാവുക. 41 വിച്ച് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബോക്സസ്. മേക്കിംഗ് ഷെൽവ് ആണെങ്കിൽ ഏതാ? ഹൗസിങ് ജോയിൻറ്റ്. മേക്കിംഗ് ബോക്സസ് ആണെങ്കിൽ ഏതാണ് ആൻസർ? ബുഡിൽ ജോയിൻ്റ് ആണോ, സ്കാർഫാണോ, ലാപ്പ് ജോയിൻ്റ് ആണോ, അത് ലാപ്പ് റിബേറ്റ് ആൻഡ് സീക്രട്ട് ജോയിൻ്റ് ആണോ? 41ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ലാപ്പ് റിബേറ്റ് ആൻഡ് സീക്രട്ട് ജോയിൻ്റ് ആണ്. 42 വിച്ച് ഓഫ് ദി ഫോളോയിങ് ദി സ്ട്രോങ്ങസ്റ്റ് ഹാഫ് ലാപ്പ് ജോയിൻറ്റ്. ഹാഫ് ലാപ്പ് ജോയിൻറ്റിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ജോയിൻറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? ടി ഹാഫ് ആണോ, ഡൗട്ടെയിൽ ഹാഫ് ജോയിൻ്റ് ആണോ, ഹാഫ് ലാപ്പ് ജോയിൻ്റ് ആണോ? ഏതാണ് ആൻസർ? നമ്മുടെ ഡൗട്ടെയിൽ ഹാഫ് ലാപ്പ് ജോയിൻ്റ് ആണ് കേട്ടോ. 43ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. 44ാമത്തെ ചോദ്യം നോക്കാം. ഗിവ് അനദർ നെയിം ഫോർ ബേർഡ് മൗത്ത് ജോയിൻറ്റ്. ബേർഡ് മൗത്ത് ജോയിൻറ്റിൻ്റെ പേരാണ് റാഫ്റ്റർ ജോയിൻറ്റ് കേട്ടോ. ബേർഡ് മൗത്ത് ജോയിൻറ്റിൻ്റെ പേരാണ് റാഫ്റ്റർ ജോയിൻറ്റ്. ഇനി ദി സിമ്പിൾ ജോയിൻറ്റ് ഫോർ മേക്കിംഗ് വുഡ് ഫെൻസ്. വുഡ് ഫെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏത് ജോയിൻ്റാണ്? സിമ്പിൾ ജോയിൻ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹൗസിങ് ആണോ, സ്കാർഫാണോ, ബഡ് ജോയിൻ്റ് ആണോ, ലാപ്പ് ജോയിൻ്റ് ആണോ? ഇതാണ് ലാപ്പ് ജോയിൻ്റ് ആണ്. സിമ്പിൾ ജോയിൻറ്റ് ഫോർ മേക്കിംഗ് വുഡ് ഫെൻസ്. 46 വിച്ച് ടൈപ്പ് ഓഫ് ബ്രിഡിൽ ജോയിൻറ്റ് ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ മിറർ ഫ്രെയിം. കണ്ണാടിയുടെ ഫ്രെയിമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിഡിൽ ജോയിൻറ്റ് ഏത് ടൈപ്പാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? കോർണർ ബ്രിഡിലാണോ, ഡീ ബ്രിഡിലാണോ, ഡൗട്ടെയിലാണോ, മൈറ്റർ ബ്രിഡിൽ ജോയിൻ്റ് ആണോ? മൈറ്റർ ബ്രിഡിൽ ജോയിൻ്റ് ആണ് നമ്മൾ മിററിൻ്റെ ഫ്രെയിമിലൊക്കെ ഉപയോഗിക്കുക കേട്ടോ. 47ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്ക്വയേർഡ് ജോയിൻറ്റ്. സ്ക്വയേർഡ് ജോയിൻറ്റിൽ പെടുന്ന ജോയിൻ്റ് ഏതാണ് ചോദിക്കുന്നത്. ഹാമർ ഹെഡ് ജോയിൻ്റ് ആണോ, ബഡ് ജോയിൻ്റ് ആണോ? ഹാമർ ഹെഡും ബഡ് ഇത് രണ്ടും വരുമല്ലോ. സ്കാർഫ് ജോയിൻറ്റ് ബോത്ത് എ ആൻഡ് ബി എന്നുള്ള ഒരു ആൻസർ ഉണ്ട് കേട്ടോ. 47 ഏതാണ് ആൻസർ? ഇത് രണ്ടും വരും. ഹാമർ ഹെഡ് ജോയിൻറ്റും ബഡ് ജോയിൻറ്റും സ്ക്വയേർഡ് ജോയിൻ്റാണ് വരിക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 48 ടേബിൾ സ്കാർഫ് ജോയിൻ്റ് ആർ യൂസ്ഡ് ഇൻ. ടേബിൾ സ്കാർഫ് ജോയിൻറ്റ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക എന്ന് ചോദിക്കുന്നത്. എവിടെയാണ്? ഡോർ ഫ്രെയിമിലാണോ, വിൻഡോ ഫ്രെയിമിലാണോ? ഈ ഡോർ ഫ്രെയിമും വിൻഡോ ഫ്രെയിമും ഏകദേശം ഒന്ന് തന്നെയല്ലേ. അപ്പോൾ ഇതിൽ രണ്ടും കൂടി ഒരുമിച്ച് ആൻസർ വരുമോ? ഇല്ലല്ലോ. അപ്പോൾ ഏതാ ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോൾസിലാട്ടോ നമ്മൾ ഉപയോഗിക്കുക. ടേബിൾ സ്കാർഫ് ജോയിൻറ്റ് പോൾസിലാണ് ഉപയോഗിക്കുക. 49 നെയിം ജോയിൻറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഫ്ലോറിംഗ് പാനലിംഗ്. നമ്മൾ വുഡൻ ഫ്ലോറിങ്ങിലും അല്ലെങ്കിൽ വുഡൻ പാനലിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ജോയിൻറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് ടങ് ആൻഡ് ഗ്രൂവ് ആണ് കേട്ടോ. ഒരു ടങ്ങും ഗ്രൂവും ഉണ്ടാവും, പരസ്പരം ഇറക്കി വെക്കുക ചെയ്യുക. ഇനി 50ാമത്തെ ചോദ്യം നമുക്ക് നോക്കി നോക്കാം. വിച്ച് ജോയിൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടു ജോയിൻ വുഡ് പോൾസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി ടു വൺ അനദർ. ഒന്നിന് വേറൊന്നായിട്ട് 90 ഡിഗ്രിയിൽ ഉപയോഗിക്കുന്ന പോൾ ജോയിൻ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? നോച്ച്ഡ് ജോയിൻ്റ് ആണ് കേട്ടോ. ഇനി 51 ദി മാക്സിമം ടിൽറ്റിംഗ് ആംഗിൾ ഓഫ് ബാൻഡ്സോ മെഷീൻ. ബാൻഡ്സോ മെഷീനിൽ മാക്സിമം ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 52ാമത്തെ ചോദ്യം നോക്കാം. നെയിം ദി പാർട്ട് വിച്ച് ക്യാൻ ഫിക്സ് ഓർ സ്ലൈഡ് ഓൺ ദി ലെയ്ത്ത് ബെഡ്. ഇത് നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ സിലബസിൽ ഉണ്ടാകത്തില്ല. എന്നാൽ നമുക്ക് നോക്കി നോക്കാം. വുഡൻ ലെയ്ത്തിൽ കേസ് വരുമല്ലേ? അതെ, അത് ശരിയാണ്. വുഡൻ ലെയ്ത്തിൻ്റെ കേസ് വരെ. നെയിം ദി പാർട്ട് വിച്ച് ക്യാൻ ഫിക്സ് ഓർ സ്ലൈഡ് ഓൺ ദി ലെയ്ത്ത് ബെഡിൽ ഫിക്സ് ചെയ്യാനും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് സ്പിൻഡിലാണോ, ഡെഡ് സ്റ്റോക്കാണോ, ടെയിൽ സ്റ്റോക്കാണോ, സ്പാർ സെൻറ്റർ ആണോ? നമ്മൾ ടെയിൽ സ്റ്റോക്ക് എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക അല്ലേ? ലെയ്ത്ത് ബെഡ് കൂടെ നീക്കാം. 53 വാട്ട് ഈസ് ദി യൂസ് ഓഫ് ജോയിൻറ്റർ പ്ലെയിൻസ്. ജോയിൻറ്റർ പ്ലെയിൻസിൻ്റെ യൂസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? പ്ലെയിനിങ് ടു എൻഡ് ആണോ, പ്ലെയിനിങ് ടു കാർവ് ആണോ, പ്ലെയിനിങ് ടു സർഫസ് ആണോ? നമ്മൾ സ്പെഷ്യൽ പർപ്പസ് പ്ലെയിൻസ് നമ്മൾ പഠിക്കാണ്ടില്ലേ. ഇതിൽ നമ്മൾ ഏതാണ് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പ്ലെയിനിങ് ടു സർഫസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി 53ാമത്തെ ചോദ്യം നോക്കാം.
വാട്ട് ഈസ് ദ യൂസ് ഓഫ് ജോയിൻ്റർ പ്ലെയിൻ? ജോയിൻ്റർ പ്ലെയിനിൻ്റെ യൂസ് എന്താണ്? പ്ലെയിനിങ് ടു എൻഡ് ആണോ? അതാണ് നമ്മൾ പറഞ്ഞതല്ലേ. 53 നമ്മൾ പറഞ്ഞത്. ഏതാണ്? പ്ലെയിനിങ് ടു സർഫസ് ആണ് ഉപയോഗിക്കുക. 54 ഹൗ ദി വർക്ക് ഈസ് ഫീഡ് ഫോർ കർവ് കട്ടിങ് ഇൻ ബാൻഡ്സോ മെഷീൻ? നമ്മൾ സോയിങ് മെഷീനും സോയിങ് ഓപ്പറേഷൻസും നമ്മൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. 54 നമ്മൾ എങ്ങനെയാണ് നമ്മൾ വർക്ക് ഫീഡ് ചെയ്യാന്ന് ചോദിക്കുന്നത്. ബാൻഡ്സോ മെഷീനിൽ കർവ് കട്ട് ചെയ്യുമ്പോൾ, കീവേഡാണ് ഫോർ കർവ് കട്ടിങ് ഇൻ ബാൻഡ്സോ മെഷീൻ. കർവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ലോലി ആൻഡ് ഈവൻലി എന്നാണ്. വെരി സ്ലോ ആൻഡ് ഈവൻലി, വെരി ഹൈ ആൻഡ് ഈവൻലി, ഹൈ ആൻഡ് ഈവൻലി. ഇവിടെ വെരി സ്ലോ എന്നില്ല, സ്ലോലി ആൻഡ് ഈവൻലി എന്നുള്ളൂ കേട്ടോ. 55 വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് റിപ്പിംഗ് ഫെൻസ് ഇൻ ബാൻഡ്സോ മെഷീൻ? ബാൻഡ്സോ മെഷീനിൽ റിപ്പിംഗ് ഫെൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കുന്നത്. അക്യുറേറ്റ് റീപാക്കിംഗ് ആൻഡ് ഗ്രൂവിങ്, അക്യുറേറ്റ് മൈട്ര ആൻഡ് ഇംഗ്ലണ്ട് കട്ടിംഗ്, അക്യുറേറ്റ് റിപ്പിംഗ് ആൻഡ് കോസ് കട്ടിംഗ്, അക്യുറേറ്റ് സിഗ്സാഗ് ആൻഡ് കീ ഹോൾ കട്ടിംഗ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, അക്യുറേറ്റ് റിപ്പിംഗ് ആൻഡ് കോസ് കട്ടിംഗ് ആണ്. 56 ചോദ്യം നോക്കാം. വിച്ച് ബ്ലേഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻ എ സർക്കുലർ സോ മെഷീൻ? സർക്കുലർ സോ മെഷീനിൽ ഉപയോഗിക്കുന്ന ബ്ലേഡ് നമ്മൾ ഇന്നലെ പോർട്ടബിൾ മെഷീനാണ് പഠിച്ചു പോകുന്നു അല്ലേ. സർക്കുലർ സോ മെഷീനിൽ ഉപയോഗിക്കുന്ന ബ്ലേഡിൻ്റെ ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുന്നത്. സേജ് സോ ആണോ, ടാപ്പർ സോ ആണോ, പ്ലേറ്റ് സോ ആണോ? ഇതിലെല്ലാം നമ്മൾ ഉപയോഗിക്കണം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 57 ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്താണ്. 58 ചോദ്യം നമുക്ക് നോക്കാം. ദി കട്ടർ ഇൻ ദി ടനനിങ് മെഷീൻ ഇസ് മെയ്ഡ് ഓഫ്? നമ്മൾ ടനനിങ് മെഷീനിലെ കട്ടർ എന്തുകൊണ്ടാണ്? കോപ്പർ കൊണ്ട് നിർമ്മിക്കുമോ? ഇല്ലാലോ, അലുമിനിയം കൊണ്ട് നിർമ്മിക്കുമോ? 58 ഓപ്ഷൻ വൈസ് വളരെ സിമ്പിളാണ് കേട്ടോ. ഏതാണ്? ടൂൾ സ്റ്റീലാണ്. 58 ടൂൾ സ്റ്റീലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ വൈസ് ക്വസ്റ്റ്യൻ സിമ്പിളാണ്. 59 ദി ഷേപ്പ് ഓഫ് ദി ക്രൗൺ ഗാർഡ് ഫിറ്റഡ് ഇൻ സർക്കുലർ സോ മെഷീൻ? നമ്മൾ ഗാർഡ് കൊടുക്കൂലേ സർക്കുലർ ഷോ മെഷീനിൽ, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ റൗണ്ടും സെമി സർക്കുലർ, എയും സിയും ആണ് നമുക്ക് ആൻസർ വരിക. റെക്റ്റാങ്കുലർ സ്ക്വയറും നമ്മൾ എന്ത് ചെയ്യില്ല, അതിൽ ഉപയോഗിക്കത്തില്ല, ഗാർഡിൻ്റെ ഷേപ്പിലായിട്ട് ഉപയോഗിക്കത്തില്ല. ഇതിൽ ഏതാ വരിക? ഇതിൽ 59 ഏതാണ് വരിക? നമ്മൾ സെമി സർക്കുലർ ആണ് കേട്ടോ അതിൻ്റെ ഗാർഡിൻ്റെ ഷേപ്പ്. ഇനി 60 ചോദ്യം. ഫെൻസ് ഈസ് ജനറലി കെപ്റ്റ് ഇൻ സർഫസ് പ്ലെയിനർ അറ്റ്? സർഫസ് പ്ലെയിനറിൽ ഫെൻസ് എത്ര ഡിഗ്രിയിലാണ് ജനറലി നമ്മൾ വെക്കുക എന്ന് ചോദിക്കുന്നത്. എത്ര ഡിഗ്രിയിലാണ്? 90 ഡിഗ്രിയിലാട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. 61 എ തിൻ ഷീറ്റ് ഓഫ് വുഡ് ഒബ്റ്റെയിൻഡ് ഫ്രം ലോഗ് ഈസ് കാൾഡ്? നമ്മൾ മുറിച്ചിട്ട മരത്തിന് ലോഗ് എന്ന് വിളിക്കും. എന്നാൽ തിൻ ഷീറ്റ് ഓഫ് വുഡ് കിട്ടണതിന് എന്താ വിളിക്കുക? പ്ലൈവുഡാണ്. പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ ഈ തിൻ ഷീറ്റ് കിട്ടുന്ന ഷീറ്റ് വെച്ചിട്ട് അട്ടിയാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് പ്ലൈവുഡ്. അപ്പോൾ വെനീറാണോ ആൻസർ? സിമ്പിളാണ് ചോദ്യം അല്ലേ. എന്താ ആൻസർ എന്താ വരിക? വെനീറാണ് കേട്ടോ. 62 വിച്ച് ഈസ് ദി മിനിമം നമ്പർ ഓഫ് പ്ലൈ ഇൻ പ്ലൈവുഡ്? ഒരു പ്ലൈവുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 3 നമ്പർ പ്ലൈ ആവശ്യമാണ്. 62 ആൻസർ എ ആണ്. 63 ഹൗ ദി പാർട്ടിക്കിൾ ബോഡീസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മിനിമം 3 പ്ലൈയിലും വേണം. ഹൗ ദി പാർട്ടിക്കിൾ ബോഡീസ് മാനുഫാക്ചർഡ്? പാർട്ടിക്കിൾ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വുഡ് ചിപ്പ് ഉണ്ടല്ലോ, അതിനെ പ്ലെയിൻ ഷേവ് ചെയ്ത വുഡ് ചിപ്പ് ഉപയോഗിച്ചിട്ടാണ് പാർട്ടിക്കിൾ ബോർഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡ് ചിപ്സ് ഉപയോഗിച്ചിട്ടാണെന്ന് പറയാം. 64 ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് 64 ചോദ്യം. വിച്ച് ഗ്ലൂ ഈസ് സ്ട്രോങ് ബോണ്ട് ആൻഡ് വാട്ടർ പ്രൂഫ്? ഏത് ഗ്ലൂ ആണ് നല്ല ബോണ്ടും തരും അതുപോലെ തന്നെ വാട്ടർ പ്രൂഫും ആയിട്ടുള്ള ഗ്ലൂ ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? ബ്ലഡ് ആൽബുമിൻ ഗ്ലൂ ആണ് കേട്ടോ. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വീഡിയോയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫേസ് വെനീർ തിക്നെസ് ഈസ്? നമ്മൾ ഫേസ് വെനീറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ 0.03 മില്ലിമീറ്റർ ടു 1.6 മില്ലിമീറ്റർ വരെയാണ് ഉണ്ടാവുക. നമുക്ക് ഇനി അടുത്തത് നമ്മുടെ തിയറി ഭാഗം കുറച്ച് നോക്കാം. കാർപ്പൻറ്ററിയിൽ അടുത്തതായിട്ട് വരുന്നതാണ് സ്ട്രൈക്കിംഗ് ടൂൾസ്. അത് ഹാമേഴ്സ് ആണ് കേട്ടോ. ആദ്യം നമുക്ക് നോക്കേണ്ടത് ഹാമേഴ്സ് ആണ്. കാർപ്പൻറ്റേഴ്സ് ഹാമേഴ്സ് ഈസ് എ ഹാൻഡ് ടൂൾ യൂസ് ഫോർ സ്ട്രൈക്കിംഗ് പർപ്പസ്. എപ്പോഴൊക്കെ സ്ട്രൈക്ക് ചെയ്യേണ്ടി വരിക? നമുക്ക് പഞ്ച് ചെയ്യുമ്പോൾ അടിക്കേണ്ടി വരും, സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, അതുപോലെ പുള്ളിങ് ചെയ്യുമ്പോൾ. ദി മേജർ പാർട്സ് ഓഫ് എ ഹാമർ ആർ ഹെഡ് ആൻഡ് ഹാൻഡിൽ. ഒരു ഹെഡും ഉണ്ടാവും, ഒരു ഹാൻഡിലും ഉണ്ടാവും. അതാണ് മേജർ പാർട്ട്. ഇനി ഹെഡിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഹെഡിനെ എന്താ ഡിവൈഡ് ചെയ്യുക? ഫേസ്, അതുപോലെ ചീക്ക്, അതുപോലെ തന്നെ പീന്. ഇനി ദി ഹെഡ് ഈസ് മെയ്ഡ് ഓഫ് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. സ്ഥിരമായി ചോദിക്കാറുണ്ട് കേട്ടോ.
ദി വുഡൻ ഹാൻഡിൽ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് അബ്സോർബിങ് ഷോക്ക്. ഈ വുഡൻ ഹാൻഡിൽ എന്തായിരിക്കണം, ഒരു അടി അടിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ പറ്റത്തില്ല. അതെന്തായിരിക്കും, ഈ ഷോക്കിനെ, അടിക്കുന്ന ഷോക്കിനെ അബ്സോർബ് ചെയ്യാൻ ആവശ്യം, അങ്ങനത്തെ ഷോക്ക് അബ്സോർബ് ചെയ്യേണ്ട ടൈപ്പ് ആയിരിക്കണം. ഇനി പാർട്സ് ഹാൻഡിലുണ്ട്, പീനുണ്ട്. ഈ വെഡ്ജ് കണ്ടോ, വെഡ്ജ് പറഞ്ഞാൽ ഈ ഹെഡ് ഈ ഹാൻഡിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഐ ഹോളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ വെഡ്ജ് ഫിക്സ് ചെയ്യുക. ഇനി ചീക്കുണ്ട്, ഫേസ് ഉണ്ട്. അതിൽ ഫേസും ഈ പീനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ട്രൈക്കിംഗ് പോർഷൻ ആട്ടോ. ഇത് ചീക്ക് എന്ന് എനിക്ക് മനസ്സിലായില്ല. ദി സ്ട്രൈക്കിംഗ് പോർഷൻ സ്ലൈറ്റ് കോൺവെക്സിറ്റി ഈസ് ഗിവൺ ടു അവോയ്ഡ് ഡിഗിങ് ഓഫ് ദി എഡ്ജ്. ഇതിൽ സൂം ചെയ്താൽ എന്ത് ചെയ്യും, ഇതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു മുഴ പോലെ ഉണ്ടാവും, ചെറിയൊരു സ്ലൈറ്റ് കോൺവെക്സിറ്റി ഉണ്ടാവും. അത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്ലേറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ ഞാൻ ഹാമർ കൊണ്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഹാമർ വെച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ഭാഗവും കൊണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ഡിഗിങ് ഉണ്ടാവും, ഈ മെറ്റൽ ഡിഗിങ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സെൻറ്റർ ഭാഗം മാത്രം ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു സ്ലൈറ്റ് കോൺവെക്സിറ്റി മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇനി പീൻ എന്ന് പറഞ്ഞാൽ ഈ ഫേസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള എൻഡാണ് ഇത് പീൻ. ഓക്കെ ആണോ? ദി പീൻ ഈസ് ദി അതർ എൻഡ് ഓഫ് ദി ഹെഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷേപ്പിംഗ് ആൻഡ് ഫോമിങ്. നമ്മൾ വണ്ടിയൊക്കെ ബീറ്റ് ചെയ്യൂലേ, അത് നമ്മുടെ ബെൻഡായി കഴിഞ്ഞാൽ ഡെൻഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ പീന്. ഇത് ഒരുപാട് ഷേപ്പിലേക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. വർക്ക് ലൈക്ക് റിവറ്റിംഗ് ആൻഡ് ബെൻഡിങ് ദി പീൻ ഈസ് ഡിഫറെൻറ്റ് ഷേപ്സ് ലൈക്ക്. നമ്മൾ റിവറ്റിങ്ങിന് ഉപയോഗിക്കുക ബാൾ പീനാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഡയറക്ഷനിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള പീൻ ഉപയോഗിക്കും. ഇനി ബാൾ പീനുണ്ട്, കോസ് പീനുണ്ട്, സ്ട്രൈറ്റ് പീനുണ്ട്. ഈ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റാണ്. ക്ലോ ഹാമറും ടാക്ക് ഹാമറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോന്ന് നോക്കി നോക്കാം. ക്ലോ ഹാമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആണിയൊക്കെ പറിക്കാൻ അല്ലേ, അതിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ. ഇനി ബാൾ പീൻ അല്ലേ, പീൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ, ബാളല്ലേ. ഇനി എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കേസാണ് കോസ് പീൻ ഹാമർ. കോസ് പീൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ എഡ്ജ് കണ്ടോ, ഇതിങ്ങനെയാണ്. ഏതിനോടാണ് കോസ്? നിങ്ങൾ ഈ ഹാൻഡിൽ കണ്ടോ, ഈ ഹാൻഡിലിനോട് നേരെ ക്രോസ് ആയിട്ടാണ്. അല്ലെങ്കിൽ ഐ ഹോൾ കണ്ടോ, ഐ ഹോളിന് നേരെ ക്രോസ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വിളിക്കാം, കോസ് പീൻ എന്ന് വിളിക്കാം. അപ്പോൾ സ്ട്രെയിറ്റ് പീൻ ആണെങ്കിലോ, ഹാൻഡിൽ കണ്ടോ നിങ്ങൾ, ഹാൻഡിലിനോട് നേരെ കണ്ടോ ഇങ്ങനെയാണ്, എലോങ് ആയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളെ ഐ ഹോൾ കണ്ടോ, ഐ ഹോളിനോട് നേരെ എലോങ് ആയിട്ടാണ് അതിൻ്റെ പീന് കിടക്കുന്നത്. ഇനി ടാക്ക് ഹാമർ കണ്ടോ നിങ്ങൾ, വെൽഡിങ്ങിലെ ടാക്ക് ഹാമർ വളരെ സിമ്പിളല്ലേ, ടാക്ക് ഹാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും നമുക്ക് നോക്കി നോക്കാം. ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇത് പഠിച്ചു, ഹെഡും പീനും പഠിച്ചു അല്ലേ. ഇനി അടുത്തത് ഹൈ ഹോൾ. ആൻഡ് ഹൈ ഹോൾ ഈസ് മീൻ ഫോർ ഫിക്സിങ് ദി ഹാൻഡിൽ. അത് ഹാൻഡിലിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഹൈ ഹോൾ കേട്ടോ. ഇറ്റ് ഈസ് ഷേപ്പ് ടു ഫിറ്റ് ദി ഹാൻഡിൽ റിജിഡ്ലി ഷേപ്പ് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഫിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പോലെയാണ് അതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ദി വെഡ്ജസ് ഫിക്സ് ദി ഹാൻഡിൽ ഇൻ ദി ഹൈ ഹോൾ. ഈ വെഡ്ജ് നമ്മൾ ഉപയോഗിക്കും, ഹാൻഡിൽ ഹൈ ഹോളിൽ അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇനി അടുത്താണ് ചീക്ക് ഈസ് ദി മിഡിൽ പോർഷൻ ഓഫ് ദി ഹാമർ ഹെഡ്. ഈ ഹെഡിൻ്റെയും പീനിൻ്റെയും ഇടയിലുള്ള ഭാഗത്തിന് എന്ത് വിളിക്കും, ചീക്ക് എന്ന് വിളിക്കും. ഇനി ഇതിൻ്റെ PSC ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഈ 2 പോയിൻ്റാണ്. ദി വെയ്റ്റ് ഓഫ് ദി ഹാമർ ഈസ് സ്റ്റാമ്പ്ഡ് ഹിയർ. അതിൻ്റെ വെയിറ്റ് എത്ര ഗ്രാമിൻ്റെ ആണെന്നുള്ളത് അത് അവിടെയാണ് പഞ്ച് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ദി പോർഷൻ ഓഫ് ദി ഹാമർ ഹെഡ് ഈസ് ലെഫ്റ്റ് സോഫ്റ്റ്. ഈ ചീക്കിൻ്റെ ഭാഗം എന്ത് ചെയ്യും, നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യില്ല, അത് ആൾ സോഫ്റ്റ് ആയിരിക്കും. മറ്റേ 2 ഭാഗം എന്ത് ചെയ്യും, നമ്മൾ ഹാർഡൻ ചെയ്യും. അതായത് ഹെഡും പീനും നമ്മൾ എന്ത് ചെയ്യും, ഹാർഡൻ ചെയ്യും. പക്ഷേ ചീക്കിൻ്റെ പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് സോഫ്റ്റ് ആണ്. ഇനി അടുത്ത PSC ക്വസ്റ്റ്യൻ ഈ പോയിന്റിൽ നിന്നാണ്. എങ്ങനെ സ്പെസിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ദെയർ വെയ്റ്റ് ആൻഡ് ദി ഷേപ്പ് ഓഫ് പീൻ. വെയ്റ്റ് എന്ന് പറയുന്നത് 120 ഗ്രാം മുതൽ 1.5 കിലോഗ്രാം വരെ വരും കേട്ടോ. ഇനി ക്ലോ ഹാമർ നമ്മൾ കണ്ടില്ല, ആണി പറിക്കുന്ന ഹാമർ എന്താണ്, കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് ക്ലോ ഹാമർ മെയ്ത് ചെയ്യുക. ഒരു സൈഡിൽ എന്തുണ്ടാവും, സ്ട്രൈക്കിംഗ് ഫേസ് ഉണ്ടാവും, ഒരു സൈഡിൽ എന്തുണ്ടാവും, ക്ലോ ഉണ്ടാവും. ദി ഫേസ് ഈസ് യൂസ്ഡ് ടു ഡ്രൈവ് ദി നെയിൽ ഇൻ ടു ദി വുഡ്. ഫേസ് എന്തിനാണ് ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണി അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. ക്ലോ എന്തിനാണ് ചോദിക്കാന്ന് ചോദിച്ചാൽ ആണി പെറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
ക്ലോ എന്തിനാ ചോദിക്കാൻ ചോദിച്ചാൽ എക്സ്ട്രാക്ടിങ് ദി നെയിൽസ് ഔട്ട് ഓഫ് ദി വുഡിൽ നിന്ന് ആണി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് സൈസ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ഇറ്റ്സ് വെയ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് വേരീസ് ബൈ ഫ്രം 0 to 250 ഗ്രാം മുതൽ 3/4 കിലോഗ്രാം വരെയാണ് എന്ത് ചെയ്യുക ക്ലോ ഹാമർ. കണ്ടോ, ആണി അടിക്കുന്ന ഹാമർ. ആണി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ക്ലോ ഉപയോഗിക്കും. ക്ലോൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യും, ആണി പറിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഹാൻഡിലൊന്നും ഇങ്ങനെ താഴത്തോട്ട് എന്താക്കിയാൽ ആ ആണി ആ വുഡിൽ നിന്ന് പോരും. ഇനി അടുത്തതാണ് ബാൾ പീൻ ഹാമർ. പീൻ്റെ ഷേപ്പ് കണ്ടോ, ഇതിനെ നമ്മൾ പീ എന്ന് വിളിക്കും, അത് ബാളാണ്. ഇതേതാണ് ഇത് ഫേസ് ആണ്. ഇതേതാണ് ചീക്കാണ്. ഇത് ഐ ഹോളാണ്. ഇത് വെഡ്ജാണ്. ഇത് ഹാൻഡിലാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ ആൻഡ് വെയ്റ്റ് ഓഫ് എബൌട്ട് 110 to 910 ഗ്രാം ആയിരിക്കും കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവേ. 1 കിലോഗ്രാമിൻ്റെ അടുത്ത് എന്ത് ചെയ്യും, വെയിറ്റ് വരും. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എൻജിനീയേഴ്സ് ഹാമർ. ഒരു പോയിന്റ് ഇതാട്ടോ, PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എൻജിനീയേഴ്സ് ഹാമർ എന്ന് വിളിക്കുന്നത് ഏതിനാണ്, ബാൾ പീൻ ഹാമർ. വൺ സൈഡ് ഓഫ് ഇറ്റ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് ബാൾ ആൻഡ് ഹാൻസ് ദി നെയിം ഇസ് ആൾസോ യൂസ്ഡ് ഫോർ റിവറ്റിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാൾ പിൻ അല്ലേ, അതുകൊണ്ട് നമ്മൾ റിവറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ബാൾ പിന്നാണ്. വളരെ റിപ്പീറ്റായി ചോദിച്ചുള്ളതാണ്. ഇനി കോസ് പിൻ ഹാമർ. എന്തുകൊണ്ടാണ് അതിന് കോസ് പിൻ എന്ന് വിളിക്കാൻ കാരണം ചോദിച്ചാൽ, ദി ഹെഡ് പാർട്ട് ഓഫ് ദിസ് ഹാമർ ഈസ് അക്രോസ് ദി ഹാൻഡിലിന് നേരെ അക്രോസ് ആണ്. ആൻഡ് ഹാൻസ് ദി നെയിം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആൾ ലൈറ്റ് വർക്ക്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുല്ലേ, മാഗ്നറ്റിസം കുറച്ച് ഇതിനുണ്ടാവും. അതുകൊണ്ട് തന്നെ നെയിലും സ്ക്രൂ ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് അടിച്ച് വരുത്താം. അപ്പോൾ ഏതാണ് ആൻസർ, ക്രോസ് പീൻ ആണ്. എന്ത്, മാഗ്നറ്റിസം. വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാഗ്നറ്റിസം. ഏതാണ്, ക്രോസ് പീൻ ഹാമറാണ് നമ്മൾ കാണിച്ചു തരിക. ഈസ് യൂസ്ഡ് ടു ഹാമർ ഓർ സ്ട്രൈക്ക് വെരി തിൻ നെയിൽ. സം ടൈം ഇറ്റ് ഈസ് കാൾഡ് പിൻ ഹാമർ എന്ന് കൂടി വിളിക്കും. പിൻ ഹാമർ എന്ന് വിളിക്കുന്നതാണ് ക്രോസ് പീൻ ഹാമറാണ് കേട്ടോ. ഇനി അടുത്തത് കാർപ്പൻറ്റേഴ്സ് ഹാമർ. കണ്ടോ, ഹാൻഡിൽ കണ്ടോ നിങ്ങൾ, ഫേസ് കണ്ടോ, പീന് കണ്ടോ, നമുക്ക് നോക്കി നോക്കാം. ദി ഹാമർ ഹെഡ് ഹാസ് എ റെക്ടാങ്കുലർ ഓർ ഓവൽ ഹോൾ. ഹാമറിൻ്റെ ഹെഡിലുണ്ട് റെക്ടാങ്കുലർ അല്ലെങ്കിൽ ഓവൽ ഹോൾ ഉണ്ട്. വിച്ച് ഈസ് ടാപ്പേഡ് ഓൺ ദി ഇൻസൈഡ് ടാപ്പറാണ്. ദി ഷേപ്പ് ഓഫ് ദിസ് ഹോൾ ഓഫേഴ്സ് എ ഗുഡ് ഹോൾഡ് ഫോർ ഹാൻഡിൽ വെൻ ബഡ്ജഡ്. എൻ്റെ ഹാൻഡിൽ റിജിഡായി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ദി ഹാൻഡിൽ മസ്റ്റ് ഫേമിലി ബി സെക്യൂർഡ് ഇൻ ദി ഹെഡ് ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്. ശരിയാണ്. ദി ബഡ്ജിൻ്റെ കാര്യം നമ്മൾ പറയാം. ഇനി നമുക്കിത് നോക്കി നോക്കാം കേട്ടോ. ഇൻ കാർപ്പൻ്റർ ഷോപ്പ് ഇറ്റ് ഈസ് കാൾഡ് ആസ് വാരിങ്ടൺ ഹാമർ. ഇതാണ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുക. കാർപ്പൻറ്റേഴ്സ് ഹാമറിൻ്റെ വേറൊരു പേരാണ് വാരിങ്ടൺ ഹാമർ. ടു എക്സ്റ്റെൻഡ് ദി അയൺ ഫ്രെയിം ഫോർ ബെൻഡിങ് ഫോർ അതർ വർക്ക് ഇറ്റ് ഈസ് യൂസ്ഡ്. ഇറ്റ്സ് വെയിറ്റ് എന്താണ്, 220 ഗ്രാം മുതൽ 910 ഗ്രാം വരെ. ഇനി അടുത്താണ് സ്ട്രെയിറ്റ് പിൻ ഹാമർ. ഇതിന് മാഗ്നറ്റിസത്തിൻ്റെ കേസ് ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ദി ഹാമർ ഹെഡ് ഇതിനല്ല, ടാക്ക് ഹാമറിനാണോ ചെറിയൊരു മാഗ്നറ്റിസം, സ്ലൈറ്റ് മാഗ്നറ്റിസം പറയുന്നത് ഇതിനാണ്. കോസ്പിൻ ഹാമറിനാണ് നമ്മൾ കാന്തം ഉണ്ടായതുകൊണ്ട് ആണിയെല്ലാം ആണി സ്കോർക്ക് അടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കോസ്പിൻ ഹാമറാണ്. ഇനി സ്ട്രെയിറ്റ് പിൻ ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഈസ് സ്ട്രെയിറ്റ് ടു ദി ഹാമർ ഹാൻഡിൽ. ഹാമറിന് നേരെ സ്ട്രെയിറ്റ് ആയിരിക്കും ഇതിൻ്റെ ഹെഡ്. ദി ബോട്ടം പാർട്ട് ഓഫ് ദി ഹെഡ് ഈസ് ലാർജ് ആൻഡ് ടാപ്പറിങ് ടുവേർഡ് ദി എൻഡ് സൈഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിവറ്റിംഗ് ആൻഡ് ടു എക്സ്റ്റെൻഡ് മെറ്റൽ ഫ്രെയിം എക്സ്റ്റെൻഡ് ചെയ്യാനും. ഇനി കോർണറിൽ ഉപയോഗിക്കുന്ന ചില ഇതിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ടാക്ക് ഹാമറിൻ്റെ കേസിലാണ് സ്ലൈറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കണ്ടോ, സ്ലൈറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കണ്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി മാൾട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഹാമറിന് നമുക്ക് എന്ത് ചെയ്യും, മിനിമം 3 ചോദ്യം ചോദിക്കും. ഇനി മാൾട്ട്, ദി മാൾട്ട് ആർ മെയ്ഡ് ഓഫ് ഹാർഡ് വുഡ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഹാമർ. ബട്ട് ദി ഡിഫറൻസ് ഈസ് ഹെഡിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. മാൾട്ട് ആർ യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് വുഡ് ചിസൽസ് ആൻഡ് ഫോർ അഡ്ജസ്റ്റിംഗ് വുഡൻ പ്ലെയിൻസ്. നമ്മൾ വുഡൻ പ്ലെയിൻസിലൊക്കെ നമ്മൾ ഇരുമ്പോണ്ട് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വുഡൻ പ്ലെയിൻസ് കേട് വരും. അതുപോലെ തന്നെ ചിസൽ അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിസലിൻ്റെ തലഭാഗം എന്ത് ചെയ്യും, മഷ്റൂം പോലെ ആവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ല അടി അടിക്കുമ്പോൾ, സാധാരണ കൈ കൊണ്ട് നമ്മൾ ചിസൽ അടിക്കാറുണ്ട്, നല്ല അടി അടിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചില്ലേ, 2 സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഫെറൂൾ ഉപയോഗിക്കും. അയൺ ഫെറൂളാണ് നമ്മൾ 2 സൈഡിൽ ഉപയോഗിക്കുക. ഇനി അടുത്തത് മാൾട്ട് ആർ യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് വുഡൻ ചിസൽ. ഇത് നമ്മൾ പറഞ്ഞു കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അസംബ്ലിംഗ് ആൻഡ് ഡിസ്മാൻഡ്ലിംഗ് വുഡൻ വർക്ക് ഫോർ അഡ്ജസ്റ്റിംഗ് സ്റ്റോപ്പ് ഡോർ ഇൻ ദി വർക്ക്. നമ്മളിപ്പോൾ ഒരു മരത്തിൻ്റെ ഡോർ ഉണ്ടാക്കുകയാണ് എഴുതിക്കോ. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് അസംബിൾ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ മാൾട്ട് കൊണ്ട് മേടിയിട്ടാണ് അസംബിൾ ചെയ്യുക. ഇനി
ഹാൻഡിൽ ഉപയോഗിക്കുന്നത് ബീച്ച് ഓർ ഹാഷ് വുഡ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിത്ത് സ്ട്രെയിറ്റ് ഗ്രൈൻഡ് ഫൈബേഴ്സ്, നല്ല സ്ട്രെയിറ്റ് ഗ്രൈൻഡ് ആയിട്ടുള്ള ഫൈബറുള്ള ബീച്ച് വുഡോ ആഷ് വുഡാണ് നമ്മൾ ഉപയോഗിക്കുക. ഹെഡ് ഈസ് മെയ്ഡ് ഓഫ് ഹാർഡ് വുഡ്, ഹെഡ് എന്താണ് ഹാർഡ് വുഡ് വിത്ത് ട്വിസ്റ്റഡ് ഫൈബേഴ്സ്, പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്വിസ്റ്റഡ് ഫൈബേഴ്സ് ഉള്ള ഇത്. ഈ രണ്ട് കീ പോയിൻ്റ് കേട്ടോ, ഇത് കീ പോയിൻ്റാണ്, ഇത് കീ പോയിൻ്റാണ്. അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ഫൈബേഴ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ സാധനം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് ആയി പോകും. ദിസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മാൾട്ട് ഈസ് മെയ്ഡ് ഓഫ് ലിഗ്നോ സ്റ്റോൺ വിച്ച് ഈസ് മെയ്ഡ് ഓഫ് സ്പെഷ്യൽ വുഡ് ദാറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഹീറ്റ് ആൻഡ് ഹൈ പ്രഷർ. ചൂടും നല്ല പ്രഷറൊക്കെ കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്തൊരു വുഡിൻ്റെ പേരാണ് ഇത് ലിഗ്നോ സ്റ്റോൺ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്പെഷ്യൽ ടൈപ്പ് മാൾട്ട് ഉണ്ടാക്കാം. സം മാൾട്ട് ഹാവ് റിമൂവബിൾ ഹാൻഡിൽ, ചില മാൾട്ടിന് എന്താണ് ഹാൻഡിൽ റിമൂവ് ചെയ്യുക. വിച്ച് ക്യാൻ ബി ടേക്കൺ ഔട്ട് ദി ഹെഡ് ഈസിലി സോ ദാറ്റ് ദി പാർട്ട് ക്യാൻ ബി സ്റ്റോർഡ് ഈസിലി. അതുകൊണ്ട് രണ്ട് ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ചിത്രം കണ്ടില്ല നിങ്ങൾ, ഹാൻഡിലും ഹെഡും വെവ്വേറെ. ദി സ്ട്രൈക്കിംഗ് ഫേസ് ഓഫ് മാൾട്ട് ഹെഡ് ആർ ആൾസോ സോ ബിവൽഡ്, ബിവൽഡ് നമ്മൾ കണ്ടില്ലതാ ഇതിലുണ്ട്, ബിവൽഡ് കണ്ടോ. ഫോർ മോസ്റ്റ് പർപ്പസ് എ ഹെഡ് ഓഫ് 110 mm ലോങ്, 80 mm വൈഡ് ആൻഡ് 60 mm തിക്ക് ഈസ് സ്യൂട്ടഡ്. നിങ്ങൾ എന്ത് ചെയ്യുക, റാങ്ക് മേക്കിംഗ് ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഈ പോയിന്റ് കൂടി പഠിച്ചു വെക്കാം കേട്ടോ. ദി മാൾട്ട് ഈസ് ഹെൽഡ് അപ്സൈഡ് ഡൗൺ ആൻഡ് ഡ്രോപ്പ്ഡ് വൺസ് ഓർ ട്വൈസ് ഓൺ ദി വർക്ക് ബെഞ്ച്. ദി ഹെഡ് ഓഫ് ദി മാൾട്ട് വിൽ ബി ടൈറ്റൻഡ് ഓൺ ദി ഹാൻഡിൽ. നമ്മൾ സാധാരണ ചെയ്യാറില്ലേ, നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പിടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നിലത്തൊന്ന് അടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വെഡ്ജ് ഒന്നുകൂടി വന്നിട്ട് ഇതിൽ ഇറങ്ങിയിരിക്കുമ്പോൾ സാധനം ടൈറ്റ് ആവും. ഇനി അടുത്തതാണ് ഫയൽസ്. ഫയൽസ് നമ്മൾ സാധാ ഫയൽസിനെ പോലെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഫയൽസ് ആൻഡ് റാഫ്റ്റ്സ് ആർ യൂസ്ഡ് ഫോർ ജനറലി ഇൻ ദി വുഡൻ വർക്കിംഗ് ട്രേഡ് ഫോർ ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് ഇറഗുലർ പീസ് ഓഫ് ആൻഡ് കർവ്സ് ഫോർ വിച്ച് പ്ലെയിൻ കാനോട്ട് ബി യൂസ്ഡ്. ചില ഏരിയകളിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ജാക്ക് പ്ലെയിനോ അല്ലെങ്കിൽ നമ്മളെ ചെറിയ പ്ലെയിൻസോ ഹാൻഡിൽ ഇല്ലാത്ത ഫ്രെയിമൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഉപയോഗിക്കാൻ കഴിയില്ല. ആ ടൈമിലൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക, ഫയലാണ് ഉപയോഗിക്കുക. ഫയലും റാസ്പും കേട്ടോ. ഫയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, വുഡൻ ഫയൽ ഈസ് യൂസ്ഡ് ഫോർ സ്മൂത്തിങ് റഫ്ലി പ്രിപ്പയർഡ് സർഫസ്. നല്ല റഫായിട്ടുള്ള സർഫസിനെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫയൽ. റാസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് റിമൂവൽ ഓഫ് മച്ച് വുഡ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റാസ്പിൻ്റെയും ഫയലിനും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ദി ടീത്ത് ഫോർ എ റാസ്പ് ആർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അവർ. ഓരോ റാസ്പ് കട്ട് ഫയൽ പറയുമ്പോൾ ഓരോ മുള്ളു പോലെ ആയിരിക്കും, സെപ്പറേറ്റ്. ഒരു ടീത്തും മറ്റേ ടീത്തും തമ്മിൽ ബന്ധമുണ്ടാവില്ല. ദി റാസ്പ് ഈസ് യൂസ്ഡ് ഫോർ റഫനിങ് ആൻഡ് ക്വിക്ക് റിമൂവിങ് ഓഫ് എ തിക്ക് ലെയർ ഓഫ് വുഡ്. നല്ല കട്ടിയുള്ള ഒരു വുഡിൻ്റെ ലെയറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റാസ്പ് കട്ട് ഫയൽ കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് റിമൂവ് ചെയ്യാം. റാസ്പ് കട്ട് ഫയൽ കണ്ടെങ്കിൽ ഒരു മുള്ളു പോലെ ആയിരിക്കും. ഒരു ടീത്തും മറ്റേ തൊട്ടടുത്തുള്ള ടീത്തും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇനി പാർട്സ് ഓഫ് ഫയൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്ലേഡ് ഉണ്ട്, ഹാൻഡ് ഉണ്ട്, സ്റ്റീൽ ഫെറുണ്ട്, ടാങ് ഉണ്ട്, ഷോൾഡർ ഉണ്ട്, ലെങ്ത് ഓൺ ഇഞ്ചസ് ഉണ്ട് കേട്ടോ. ദി ഫയൽ ഈസ് എ ടൂൾ കൺസിസ്റ്റിംഗ് എ ബ്ലേഡ് ഓഫ് സ്റ്റീൽ വിത്ത് ഫൈൻ കട്ടിങ് ദി ഓൺ സർഫസ്. ദി സർഫസ് ഈസ് ഹാർഡൻഡ്. പക്ഷേ നമ്മളെ ഫെറൂളൊന്നും ഹാർഡൻ ചെയ്യില്ല കേട്ടോ. ദി ടാങ് ഈസ് ഹാമേഡ് ഔട്ട് ഓഫ് എ പോയിന്റ് വിച്ച് ഈസ് ടാങ്ങും ഹാമർ ചെയ്യില്ല കേട്ടോ. ഈ രണ്ട് പോയിൻ്റ് ഉണ്ട്. നമ്മൾ ഫയലിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദി ടാങ് ഈസ് ഫാസ്റ്റൻഡ് ഇൻ ടു ഹാൻഡിൽ. ഈ ടാങ്ങും ആണ് നമ്മൾ ഫയലിൻ്റെ ഹാൻഡിലുള്ളിലേക്ക് ഇറക്കി വെക്കുക. ദി ഹാൻഡിൽ ഈസ് മെയ്ഡ് ഓഫ് ബീച്ച് ഓർ ഹാഷ് ആൻഡ് പ്രൊവൈഡ് വിത്ത് സ്റ്റീൽ ഫെറൂൾ. സ്റ്റീൽ ഫെറൂളാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. ദി ഫെറൂൾ അവോയ്ഡ് ദി ഹാൻഡിൽ ഫ്രം ക്രാക്കിംഗ്. ഹാൻഡിൽ പൊട്ടുന്നതിന് എതിർക്കുന്നതാണ് നമ്മളെ ഫെറൂൾ. ഇനി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പിന് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ ഗോസ്നെസ് അതുപോലെ ടീത്ത് പാറ്റേൺ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മൾ ടീത്ത് പാറ്റേൺ അനുസരിച്ചിട്ടാണ്. ഇതിൽ നമ്മൾ കോമൺ പഠിക്കുന്ന ആംഗിളും ഈ കാർപ്പൻട്രിയുടെ ബുക്കും ഉള്ള ആംഗിളും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതിൽ സിംഗിൾ കട്ട് ഫയൽ എന്ന് പറയുമ്പോൾ ആൾ റണ്ണിങ് പാരലൽ ആംഗിൾ എബൌട്ട് 75 ഡിഗ്രിയാണ് കേട്ടോ. സിംഗിൾ കട്ട് ഫയൽ കാർപ്പൻട്രിയുടെ ബുക്കിൽ 75 ഡിഗ്രിയാണ്. ഇനി ഡബിൾ കട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓവർ കട്ട് എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഇനി അതിൻ്റെ അടുത്ത കട്ട് എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ് കണ്ടോ. 45 ഡിഗ്രി, അതിന് നേരെ ഡയഗണലായിട്ട് 70 ഡിഗ്രി. ഇനി കോസ്നെസ്സിന് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി കോസ്നെസ് ഓഫ് എ ഫയൽ ഈസ് ഡിഫൈൻഡ് ബൈ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടീത്ത്. പിച്ച് അല്ലേ, ഓരോ ടീത്തും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോസ്നെസ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക.
ഈ ഓരോ ടീത്തും വളരെ അടുത്തടുത്താണെങ്കിൽ എന്ത് ചെയ്യും, നല്ല ഫയൽ നല്ല സ്മൂത്ത് ആയിരിക്കും. നമ്മൾ റാസ്പേർട്ടിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഒരു ടീത്തും മറ്റേ ടീത്തും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുപോലെ ടീത്ത് അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഇനി ഡെസിഗ്നേഷൻ ഫോർ ദി കട്ട് ഈസ് റേഞ്ചിങ് ഫോർ കോസ് കട്ട് ഉണ്ട്, ബസ്റ്റാർഡ് ഉണ്ട്, സെക്കൻഡ് കട്ട് ഉണ്ട്, സ്മൂത്ത് ഉണ്ട്. നമ്മൾ സാധാരണ പഠിക്കുന്നത് തന്നെയാണ്. ഷേപ്പ് നമുക്കറിയാമല്ലേ, ഹാൻഡ് ഫയൽ, ഫ്ലാറ്റ് ഫയൽ. ഈ ഹാൻഡ് ഫയൽ എന്ന് പറയുമ്പോൾ ഫുള്ളി റെക്റ്റാങ്കുലർ ആയിരിക്കും. ഫ്ലാറ്റ് ഫയൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, 1/3 ലെങ്ത്ത് ടേപ്പേഡ് ആയിരിക്കും. കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, ഇതൊരു ടേപ്പേഡ് അല്ലേ, ബാക്കി റെക്റ്റാങ്കുലർ തന്നെ. അപ്പോൾ എക്സാമിന് ചോദിക്കുക ഹാൻഡ് ഫയലും ഫ്ലാറ്റ് ഫയലും സിമിലർ ആണോ എന്ന് ചോദിക്കും. കോസ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ സിമിലർ ആണ്, പക്ഷേ ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ ആണോ? പിന്നെ ഹാൻഡ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് റെക്റ്റാങ്കുലർ ആയിരിക്കും. And tapering in thickness toward the point. It is generally used as a coarse double cut wood file. കോഴ്സ് ഡബിൾ കട്ട് വുഡ് ഫയൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് ഫയൽ ഉപയോഗിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺ വുഡ് വിച്ച് ഹാസ് ബീൻ റാസ്പ്ഡ് ഫസ്റ്റ്. ആദ്യം നമ്മൾ റാസ്പ് കട്ട് ഫയൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഫയൽ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഹാൻഡ് ഫയൽ ഉപയോഗിക്കുക. ഇനി ഫ്ലാറ്റ് ഫയൽ രണ്ടാമത്തെ ടൈപ്പാണ് ഫ്ലാറ്റ് ഫയൽ. കണ്ടോ, ഷേപ്പ്ഡ് ലൈക്ക് ഹാൻഡ് ഫയൽ എക്സെപ്റ്റ് ഫോർ ഇസ് ടാപ്പറിങ് വിടുത്ത്. കുറച്ച് എന്ത് ചെയ്യും, 1/3 ഭാഗം എന്ത് ചെയ്യും, ടാപ്പർ ചെയ്യും. ബോത്ത് ഫയൽസ് ആർ ഡബിൾ കട്ട്, രണ്ട് ഫയലും ഡബിൾ കട്ടാണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, പിന്നിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫയലിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഈ മരത്തിൻ്റെ സാധനങ്ങളൊക്കെ പോയിട്ട് അടയും. അപ്പോൾ ആ ടീത്ത് എന്ത് ചെയ്യും, അടഞ്ഞു പോകില്ലേ. അപ്പോൾ അത് ഒഴിവാക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഫയൽ ബ്രഷും ഫയൽ കാർഡും ഉപയോഗിക്കും. ഓക്കെ ആണോ?